കരഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ വന്നവരാണ് നമ്മൾ. ചിരിച്ചുകൊണ്ട് ഇവിടുന്ന് പോകാൻ പറ്റണം നമുക്ക്. ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് നമ്മുടെ ഒന്നാമത്തെ താമസ സ്ഥലമായിരുന്നുവെങ്കിൽ രണ്ടാമത് നമ്മൾ താമസിക്കുന്ന സ്ഥലം ഈ ദുനിയാവാണ്. ഇവിടെ നമ്മൾ അധികമൊന്നും മുന്നോട്ട് പോകില്ല. ഇത് ചിന്തിക്കാതെ പോകുമ്പോഴാണ് മനുഷ്യൻ ഇവിടെ കലഹിക്കാനും കലാപണ്ടാക്കാനും രക്തം ചൊരിയാനും അതുപോലെ അഴിമതിയും അക്രമങ്ങളും ഏഷണിയും പരദൂഷണവും എല്ലാത്തിലും പോകാനുള്ള കാരണം ഞാൻ ഇവിടെ ഒരുപാട് കാലം ജീവിക്കുന്നുള്ള തോന്നലൊരുമാണ്. ഇത് മനുഷ്യന്റെ ജീവിതമാണ്, ദുനിയാവാണ് എന്നും ഇത് പരലോകത്തേക്കുള്ള യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇടത്താവളം മാത്രമാണെന്നും ചിന്തിച്ചു നോക്കണം. നമ്മൾ ഇവിടെ ശാശ്വതരല്ല. ഇവിടെ ജനിക്കുന്നവരെല്ലാം ഏത് സമയത്തും അയാൾ മരിക്കും. ജനിച്ച അടുത്ത നിമിഷം മുതൽ അയാൾ മരിക്കും. എത്രയെത്ര മനുഷ്യരുണ്ട് അവർ ഈ ലോകത്ത് ജനിച്ചു. ഒന്നുകിൽ ജനിച്ച ഉടനെ കുഞ്ഞ് മരിച്ചവർ എത്രയോ പേരുണ്ട്. കുഞ്ഞ് സുരക്ഷിതമായി പ്രസവത്തിനാൽ കടിഞ്ഞൂൽ പ്രസവത്തിൽ മരണപ്പെട്ട ഒരുപാട് ഉമ്മമാരുടെ ജീവിതം, അവരുടെ മക്കളൊക്കെ 10-15 വയസ്സായിട്ടുണ്ടാവും. ആ ഒരൊറ്റ കുഞ്ഞിന്റെ ജീവിതത്തിന് വേണ്ടി മരണം വിധിച്ചവർ നാട്ടിലുണ്ട്. ഇത് ദുനിയാവാണ് എന്നും ഇവിടെ മനുഷ്യന് ചില പരിമിതികൾ പടച്ച റബ്ബ് ഏർപ്പാടാക്കിയിട്ടുമുണ്ട്. അറബി കവികൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്താറുണ്ട്, ഈ ദുനിയാവിൽ ആർക്കെങ്കിലും മരിച്ച് അല്ലെങ്കിൽ മരിക്കാതെ കാലങ്ങളോളം ജീവിക്കാൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ ലകാന റസൂലുള്ളാഹി ഹയ്യം വബാഖിയ. മദീനയിൽ ശറഫാക്കപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ മദീനയിലെ ആയിഷ ബീവിയുടെ വിരിമാറിൽ കിടന്നുകൊണ്ട് ആ ലോകത്തോട് വിട പറഞ്ഞ നബിനെ ചൂണ്ടിക്കാണിച്ചിട്ടാ പറഞ്ഞത്, ലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഹയ്യം വബാഖിയ. ഈ ലോകത്തൊരു മനുഷ്യൻ മരിക്കാതെ ജീവിച്ചിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നമ്മുടെ നേതാവ് മരിക്കാതെ മദീനയിൽ ബാക്കിയാകുമായിരുന്നു. ആ നബിതങ്ങൾ പോലും വഫാത്തായിട്ടുണ്ട്, ഔലിയാക്കന്മാര് വഫാത്തായിട്ടുണ്ട്, സ്വഹാബത്ത് വഫാത്തായിട്ടുണ്ട്. പ്രഗൽഭരായ ഇസ്ലാമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ അതുപോലെ തന്നെ ഫിഖഹിന്റെ കിതാബുകൾ രചിച്ച മഹാപണ്ഡിതന്മാര് ലോകത്തോട് വിട പറഞ്ഞ് മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും സാധാരണക്കാരാണ്, നമ്മളും പോകാനുള്ളവരാണ്. എവിടേക്കാണ് നമ്മുടെ യാത്ര? ഈ ദുനിയാവ് മനുഷ്യ നിനക്ക് മാക്സിമം കിട്ടുന്നുണ്ടെങ്കിൽ അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ70. എന്റെ ഉമ്മത്തിന്റെ മാക്സിമം ആയുസ് എന്ന് പറയുന്നത് 60-ന്റെയും 70-ന്റെയും ഇടക്കാണ്. നമ്മൾ എത്ര ഓടാൻ തുടങ്ങിയാലും ഏത് മരുന്നൊടിച്ചാലും ഏത് ഡോക്ടറെടുത്ത് പോയാലും മാക്സിമം നമ്മുടെ ആയുസിന്റെ കാലാവധി ഈ ഉമ്മത്തിൽപ്പെട്ട നമുക്കൊക്കെയുള്ളത് 60-70 കൊല്ലമാണ്. വളരെ കുറഞ്ഞ ആളുകൾ അത് വിട്ടുകടന്നേക്കാം. ചിലർ വേണമെങ്കിൽ 80 കിട്ടിയേക്കാം, ചിലർക്ക് 90 കിട്ടിയേക്കാം. അതൊക്കെ അപൂർവം, ചിലർക്ക് മാത്രം കിട്ടുന്നതാണ്. കിട്ടിയവൻ ഉള്ള ആയുസിനെ നന്നായി ധന്യമാക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഓരോ രാത്രിയും കിടന്നുറങ്ങുമ്പോ നമ്മൾ നാളെ രാവിലത്തെ കാര്യങ്ങൾ ആലോചിക്കണം. ഞാൻ ഉണ്ടാകുമോ? നാളെ രാവിലെ ഞാൻ ഉണ്ടെങ്കിലല്ലേ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. تزود من التقوى فإنك لا تدري إذا جن ليل هل تعيش إلى الفجر. മനുഷ്യ, ഇന്ന് രാത്രി നീ കിടന്നുറങ്ങുമ്പോ ഇതാ ഇശായിനോട് അനുബന്ധിച്ചുള്ള സമയത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തുവോ? ഈ പ്രോഗ്രാം മുഴുവൻ അവസാനിക്കുമ്പോ നമ്മളൊക്കെ ഇതേപോലെ ജീവനോടെ അവിടെ ഉണ്ടാകുമോ? ഒരാൾക്കും പറയാൻ പറ്റൂല. ഇന്ന് രാത്രി ജീവിക്കാൻ കിട്ടുന്നെങ്കിൽ തസവ്വദ് മിനത് തഖ്വാ, പരലോകത്തേക്കുള്ള യാത്രക്കൊന്ന് ഒരുങ്ങി തയ്യാറായി തഖ്വ ഉണ്ടാക്കിക്കോ. ഫഇന്നക ലാ തദ്രീ, നിനക്കറിയാൻ കഴിയൂല. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി, ഇന്ന് രാത്രി കഴിഞ്ഞ് നാളെ രാവിലെ നമ്മളൊക്കെ ഹയാത്തിലുണ്ടാകുന്ന പറയാൻ നമുക്ക് കഴിയൂല. അവസാനമായി ഫോൺ വിളിച്ച ചങ്ങാതിനോട് പറയും, ഇൻഷാ അല്ലാഹ് രാവിലെ കാണാം, ഇൻഷാ അല്ലാഹ് നാളെ കൊണ്ടുവരാം, ഇൻഷാ അല്ലാഹ്. പടച്ചോൻ അനുഗ്രഹിച്ചാൽ, വിധിച്ചാൽ, കിട്ടിയാൽ
നമുക്കതുണ്ടാകും. രാത്രി ഉറങ്ങുമ്പോഴും നമ്മൾ പറയുന്നത് മരിക്കാൻ കിടക്കുന്ന പോലെയാണ്, ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത്, ഞാനിതാ നിന്റെ നാമത്തിൽ മരിക്കുന്നു, നിന്റെ നാമത്തിൽ ജീവിക്കുന്നു. ഉറങ്ങുന്നതിന്റെ മുമ്പുള്ള പ്രാർത്ഥനയിൽ പോലും പറയുന്നുണ്ട്, അല്ലാഹുവേ എന്നെ ഈ ഉറക്കത്തിൽ നീ അങ്ങ് ഏൽപ്പിച്ച് എന്റെ ആത്മാവിനെ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലവരായ സ്വാലിഹീങ്ങളുടെ ദർജയിൽ അതിനെ ഉൾപ്പെടുത്തണം പടച്ചോനെ. അങ്ങനെയാണ് നമ്മളൊക്കെ കിടന്നുറങ്ങുന്നത്. ഒരു മരണത്തെ നേരിൽ കാണുന്നവനെ പോലെ ഒരുങ്ങാനാ പറഞ്ഞത്. എന്നിട്ട് അറബി കവികൾ ചോദിക്കുന്ന ഒരു ചിന്തയുണ്ട്, വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശഹീനും മിൻ അദ്ദഹരി. എന്താ പറയണത്? രോഗം വന്നിട്ടില്ല, ആക്സിഡന്റ് ആയിട്ടില്ല, ഞാൻ ഫ്ലൈറ്റിൽ പോകലില്ല, ഇതൊന്നും വേണമെന്നില്ല. എത്രയെത്ര ആരോഗ്യമുള്ള മനുഷ്യന്മാരാണ് പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നു. എത്ര ചെറിയ ചെറിയ പ്രായമുള്ള ആൾക്കാരാ. 9ാം ക്ലാസ്സുകാരുടെ ജനാസ നമസ്കരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. 13 വയസ്സുകാരന്റെ ജനാസക്ക് നമസ്കരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. 21 വയസ്സുകാരൻ ഒരു റോഡ് നിറച്ചു വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞ് പള്ളിയിലേക്ക് കയറാൻ പറ്റാതെ പള്ളിന്റെ ഗേറ്റ് അടച്ചു, നിസ്കരിക്കാൻ ഗ്യാപ്പില്ലാഞ്ഞിട്ട്. എന്നിട്ട് മറ്റൊരു വഴിയിലൂടെ തിരക്ക് പിടിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ പള്ളിക്കാരോട് ചോദിച്ചു, എന്താ അവിടെ എത്ര തിരക്ക്? ഇന്ന് രാവിലെ ബൈക്ക് എടുത്ത് പോകുന്ന അവിടെ നാട്ടിലത്തെ ഒരു 21 വയസ്സുകാരൻ മരിച്ചു. അവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും കൂടെ ആ ഒരു ജനാസക്ക് വേണ്ടി വന്നതിന്റെ തിരക്കാണ്. ഗേറ്റിനകത്തുകൂടെ കടന്ന് തിരിയാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഗേറ്റ് അടച്ചതാണ്. എന്നിട്ട് വേറെ വഴി കൂടെ ഒക്കെ തിരിച്ചു വിട്ടിട്ടാണ് അവിടെ നിസ്കരിക്കാൻ അളത്തുന്നത്. ആരോഗ്യമുള്ള എത്ര മനുഷ്യരാണ് പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നത്. വകം മിൻ സഖീമിൻ ആശഹീനും മിൻ അദ്ദഹരി. എത്ര ആരോഗ്യമുള്ള മനുഷ്യന്മാരാണ് പെട്ടെന്ന് മരിക്കുന്നതെങ്കിൽ രോഗികളായ എത്ര പേരാണ് നാട്ടിൽ കിടപ്പിലായി വർഷങ്ങളോളം കിടക്കുന്നത്. ഇതോട് മരിക്കാത്തത് ഒരു സമയമായിട്ടില്ല. ക്യാൻസർ ബാധിച്ചവർ എത്ര ആൾക്കാരാണ് പിന്നെയും വർഷങ്ങളോളം ജീവിച്ചത്, ഇവിടെ സമയമായിട്ടില്ല. ആക്സിഡന്റ് പറ്റിയിട്ട് എല്ലാവരും വിചാരിക്കുന്നു എന്തോ കാര്യമാണെന്ന്. എത്ര വർഷങ്ങളാണ് ജീവിച്ചു പോണത്. അതുകൊണ്ട് മനുഷ്യരോട് ഓർമ്മപ്പെടുത്താണ്, വകം മിൻ ഫതയുംസി വയുസ്ബിഹു ലാഹിയാ വഖദ് നുസിജത് അക്ഫാനു വഹുവ ലാ യദ്രി. എത്ര യുവതികളാണ്, യുവാക്കളാണ് ഇതൊന്നും ചിന്തിക്കാതെ നേരം ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തമാശകളിലാണ്, വിനോദങ്ങളിലാണ്, ടൈം പാസുകളിലാണ്, ട്രോളുകളിലാണ്, ഗെയിമുകളിലാണ്, ക്ലബുകളിലാണ്. ഇതേ ഒന്നുമില്ല, അങ്ങനെ തീർക്കാണ്. വഖദ് നുസിജത് അക്ഫാനു, അവന്റെ കഫൻ പുടവ പോലും അവിടെ നെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പത്തപ്പിരിയമ്മങ്ങാടിയിൽ, എടവണ്ണങ്ങാടിയിൽ, കാരക്കുന്നങ്ങാടിയിൽ ടെക്സ്റ്റൈൽസുകളിൽ കഫൻ കിറ്റുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കുളിക്കാനും കുളിപ്പിക്കാനും തുടക്കാനും തേക്കാനും അവസാനമായി മൂടാനുള്ള ആ അവസാനത്തെ വസ്ത്രം വരെ അങ്ങാടിയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. മരിച്ചു നിറഞ്ഞാൽ മതി, ബാക്കി എല്ലാം ഇവിടെ റെഡിയാണ്. പള്ളിക്കാട്ടിൽ ഒരു കബർ എന്നും എക്സ്ട്രാ ഉണ്ട്, ആർക്കാന്നറിയില്ല. അവിടെ അങ്ങനെ ബുക്ക് ഒരു കബർ എക്സ്ട്രാ. എന്താ വെച്ചാൽ എപ്പോഴാണ് ഇത് ആവശ്യമില്ലെന്ന് പറയാൻ കഴിയില്ല. ഇവിടെയാണ് മനുഷ്യരോട് പറയുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്, മനുഷ്യ ഇപ്പൊ നിനക്ക് ജീവനുണ്ട്. ഈ ജീവനുള്ള സമയം നീ നന്നായി ഒരുങ്ങിക്കോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കം അവിടേക്കാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്നല്ലോ, നമ്മളൊക്കെ ചെറിയ ചെറിയ യാത്രകൾക്ക് പോലും മണിക്കൂറുകളുടെ ഒരുക്കം നടത്തുന്നവരാണ്. ചെറിയ ചെറിയ കച്ചവട സംരംഭങ്ങൾക്ക് വരെ വലിയ വലിയ പ്ലാൻ ഉണ്ടാക്കുന്നവരാണ്. എല്ലാ ചെറിയ കാര്യങ്ങൾ പോലും ഒരു കടയിൽ കയറിയിട്ടൊരു ചെറിയ സാധനം മേടിക്കുമ്പോ വരെ 4 വട്ടം ചിന്തിക്കുന്നവരാണ് നമ്മള്. എങ്കിൽ എത്ര ചിന്തിക്കണം ഈ ദുനിയാവെന്ന്. നമ്മളൊക്കെ വിട പറഞ്ഞു പോയിട്ട് കാലങ്ങളോളം കബറിൽ കിടക്കുന്ന രംഗാലോചിച്ച് നോക്ക്. അപ്പൊ എത്ര ഒരുങ്ങണം നമ്മൾ. അല്ലാഹുവിന്റെ ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്ന ഒരു സന്ദേശമുണ്ട്, ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങളുടെ മരണത്തിന്റെ സമയമായാൽ എവിടെയാണെങ്കിലും നിങ്ങളെ മരണം പിടികൂടും. എത്ര ഭദ്രമായ കോട്ടന്റെ ഉള്ളിൽ ഒളിച്ചാലും ശരി. അവിടെ പിന്നെ ആ കുട്ടിക്ക് മനം നഷ്ടപ്പെടൂലേ?
അമ്മ പോയാല് പിന്നെ കുട്ടിനെ ആരാ നോക്കുക? അതൊന്നും അവിടെ വരൂല. സമയമായാൽ മരണത്തിന്റെ മാലാക അവന്റെ അടുത്തെത്തും. അവന്റെ സമയമായാൽ ഇന്ന് രാത്രി 10 മണിയാണെങ്കിൽ ഒരിക്കലും അത് 10:01 നീങ്ങൂല, 9:59 അത് മാറൂല. ബേജാറാവേണ്ട. സമയമായാൽ മലക്കുൽ മൗത്തില്ലദീ വുക്കില ബിക്കും തുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. നബിയെ പറഞ്ഞു കൊടുക്ക്, മരണത്തിന്റെ മാലാക വന്നവനെ ഏറ്റെടുക്കുന്നതാണ്. സമയമായാൽ മലക്കുൽ മൗത്ത് വന്നവനെ ഏറ്റെടുക്കുന്നതാണ്. അതിന്റെ മുമ്പ് ചില അടയാളങ്ങളൊക്കെ കാണിക്കും. മരണത്തിന്റെ മുമ്പ് തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ ഒരു വേദന വരും. ഒരു സമുദ്രത്തോളം വെള്ളം കിട്ടിയാലും കുടിക്കാനുള്ള ദാഹമുണ്ടാകും. മരണത്തിന്റെ വെപ്രാളം വേജാറും ഒരാളുടെ ജീവിതത്തിൽ വരുന്നതാണ്, സത്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മരിക്കാൻ കിടക്കുന്ന വേദന കൊണ്ട് പ്രയാസപ്പെടുമ്പോ കുഞ്ഞുമോൾ ഫാത്തിമ ബീവി ചോദിക്കുന്നുണ്ട്, വല്ലാതെ പ്രയാസം കിടുമ്പോ, വാക്കർ ബാബാ, എന്റെ വാപ്പാക്ക് എന്തൊരു വല്ലാത്ത പ്രയാസാണ്, എന്റെ വാപ്പ എന്തൊരു വേദനയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിബിധങ്ങൾ പറയാണ്, നിങ്ങളിൽ 2 പേരനുഭവിക്കുന്നത് ഞാൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും കിട്ടും. പക്ഷേ ഇന്ന് കഴിഞ്ഞാൽ വാപ്പാക്ക് ഇനി വേദന ഉണ്ടാകൂല. സ്വർഗത്തിന്റെ കാഴ്ചകൾ കണ്ടാണ് ബർസഖ്. സ്വർഗം തുറന്നാൽ ആദ്യമായി കയറുന്നത് നബിതങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അങ്ങനെയാകോ? നബിതങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിലൂടെ പറയാണ്, മരണത്തിന്റെ മാലാകമാര് വന്ന് ഇങ്ങനെ മനുഷ്യനെ സ്വീകരിക്കാൻ ആദ്യം കുറച്ച് മലക്കുകൾ വരും, പിന്നെ റൂഹ് പിടിക്കുന്ന മലക്കുൽ മൗത്ത് വരും. ആള് കണ്ണിങ്ങനെ തുറന്ന് നോക്കും. അതാ നമ്മൾ മരിച്ചു കിടക്കുന്ന ആൾക്കാർ കണ്ണ് തുറന്നിങ്ങനെ കിടക്കണം. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ എത്തി മരണത്തിന്റെ അസ്വസ്ഥതകൾ വരാൻ തുടങ്ങിയാൽ, ഇപ്പുറത്ത് മകളിരിക്കുന്നുണ്ട്, മൂത്ത മോളാണ്, ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് ആദ്യം വന്ന ആളാണ്, ഇരുന്ന് കരയുന്നുണ്ട്. വേറെന്ത് ചെയ്യാൻ പറ്റും? ഡോക്ടർ വിഭാഗം പഠിച്ച മകൻ ഇരിക്കുന്നുണ്ട് അപ്പുറത്ത്, എന്ത് ചെയ്യാൻ പറ്റും? 4-5 മക്കൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്, പേരക്കുട്ടികളൊക്കെ ഒത്തൊരുമിച്ച് വന്ന് ഇരിക്കുന്നുണ്ട്. നോക്കി നിൽക്കാനല്ലാതെ ആശ്വാസം ഒന്നങ്ങ് പുറത്തേക്ക് ശരിയാക്കി കൊടുക്കാൻ, ആ പിടക്കുന്ന ശരീരത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ, മിടിക്കുന്ന ഹൃദയത്തിന്റെ നിലക്ക് അവസാനിച്ചു കൊണ്ടിരിക്കുമ്പോ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ ഒരാൾക്കും പറ്റൂല. പൈസ കൊണ്ടൊന്നും എല്ലാ കാര്യവും നേടാൻ കഴിയൂല. ജീവന്റെ വില വലുതാണെന്ന് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവിതത്തിൽ ആ മരണം കടന്നു വരും. എവിടെ കോടിയാലും പിന്നാലെ വരും. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഓടി മാറുന്ന മരണം നിങ്ങളെ പിന്നാലെ വന്ന് പിടികൂടുന്നതാണ്. ആ മരിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ഐഡിയാസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ സുരക്ഷിത വലയങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ സമയമായപ്പോ മരിക്കും. വീട്ടിൽ സാധാരണ ഉണ്ടാവാറുള്ള ഒരു ബക്കറ്റ് വെള്ളം നമ്മളൊക്കെ നാട്ടിലുണ്ടാവുമല്ലോ. ആ ബക്കറ്റ് വെള്ളത്തിൽ വീട്ടിലുണ്ടായിരുന്ന ചെറിയ കുട്ടി അങ്ങനെ പോയി കളിക്കണതിന്റെ ഇടയിൽ കാലങ്ങ് പൊങ്ങിയിട്ട് ആ ബക്കറ്റിലേക്ക് അങ്ങ് മുഖം കുത്തി അങ്ങ് വീണു. ആ ബക്കറ്റും ആ വെള്ളം ഇടക്കിടക്ക് അവിടെ ഉണ്ട്. അന്ന് ആ ചെറിയ പ്രായമുള്ള കുഞ്ഞിന്റെ നടത്തം ആ വീട്ടിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നതിന്റെ അപകടമായി മരണത്തിലേക്ക് അത് വരികയാണ്. ഡോറ് തുറന്ന് ഗേറ്റ് ഇങ്ങനെ തുറന്നുകൊണ്ട് നീക്കുന്നതിന്റെ ഇടയിൽ ഗേറ്റ് അങ്ങ് പൊളിഞ്ഞു വീണ്, ആ ഗേറ്റ് എത്ര കൊല്ലം അവിടെ ഉണ്ട്, ആ വീട്ടിലുണ്ടായിരുന്ന മകന്റെ മേലേക്ക് ആ ഗേറ്റ് അങ്ങ് മറിഞ്ഞ് ശ്വാസം കിട്ടാതെ മരിക്കുകയാണ്. വാപ്പ ഓടിച്ചിരുന്ന കാറ് ഒന്നിങ്ങനെ ബാക്ക് റിവേഴ്സ് എടുക്കുക, വാപ്പാനെ കാണാൻ കുട്ടി ഇങ്ങനെ ബാക്ക് കൂടെ വന്ന് ആ കാറിന്റെ അടിയിൽ അങ്ങ് വീണ് വാപ്പാന്റെ കാറ് കുട്ടിന്റെ മേത്ത് കൂടെ സ്വന്തം കുട്ടിന്റെ മേലെ കൂടെ കേറാണ്. ഒരു ശബ്ദം കേട്ട് വണ്ടി നിർത്തി നോക്കുമ്പോ കുട്ടിയാണ് അടിയില്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ കാണുന്ന സാധനമാണ് എന്റെ മരണത്തിന്റെ കാരണമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇന്ന് നമ്മൾ കയ്യിൽ പിടിച്ച് പറക്കുന്ന ബൈക്ക് നമ്മുടെ അവസാനത്തെ വാഹനമായിരിക്കുമോ എന്നൊരു പ്രവചനം നമുക്കൊരാൾക്കും പറയാൻ കഴിയൂല. ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമാണോ, അതല്ല നടന്നു പോകുന്ന ഒരു പോക്കാണോ, എവിടേക്കാണെന്നൊരിക്കലും നമുക്കൊരിക്കലും കണക്ക് കൂട്ടാൻ പറ്റൂല. അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന ചില കാര്യങ്ങളുണ്ട്.
ഗർഭപാത്രത്തിനകത്തുള്ള കുഞ്ഞിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയുന്നത് പടച്ചോനാണ്. എപ്പോഴാ മഴ പെയ്യുക എന്ന് അറിയുന്നത് അള്ളാഹ്ക്ക് മാത്രമാണ്. നാളെ ലോകത്ത് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതേപോലെ വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഐ അർളിൻ തമൂത്. അവിടെ വെച്ചാ ഒരാൾ മരിക്കുക എന്നത് ഒരാൾക്കും പറയാൻ കഴിയൂല. എന്നതില്ലേ? ഉണ്ട്. ഖുർആനിലെ എത്ര ആയത്തുകളാണ്. ഇന്ന് വരെ ശാസ്ത്രത്തിനോ വലിയ വലിയ AI യുഗത്തിലൊക്കെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എവിടെങ്കിലും ഒരു മരുന്ന്, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു ടെക്നോളജി ലോകത്ത് വന്നിട്ടുണ്ടോ? വേറെ പലതും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സയൻസിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പഴുതുണ്ടോ? മരിക്കാതെ ഇവിടെ ജീവിക്കാനുള്ള എന്തെങ്കിലും പഴുത്? കുറെ ആൾക്കാർ നോക്കുന്നുണ്ട്. മേലെ പോയി നിന്നാല്, ചന്ദ്രനിൽ എവിടെങ്കിലൊക്കെ പോയി 4 സെന്റ് സ്ഥലം കിട്ടി അവിടെ നിന്നാ രക്ഷപ്പെടാൻ പറ്റുന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ അള്ളാന്റെ ലോകാണ്, ഇതൊക്കെ ദുനിയാവാണ്. ഇതിലെവിടെ പോയാലും അയാൾ പെടും. ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ് വظن അന്നഹു الفراق. കാലുകൾ കൂട്ടിപ്പിഴയുന്ന ഒരു രംഗം വരാനുണ്ട്. അവസാനം എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് മന്ത്രിച്ചു തരാൻ, ഒന്ന് ചികിത്സിച്ചു തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അവരിങ്ങനെ ചോദിച്ചു പോകും. ആ മരണം അതിനു മുമ്പേ ഈ ജീവിതം ഒരുങ്ങാനാണ് ഈ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഒരുങ്ങണം നമ്മള്. എന്തേ കാരണം? ഇത് എപ്പോഴാ വരാന്നറിയില്ല. ഗൾഫ് രാജ്യത്തേക്ക് ഒരു വിസ വരാനുണ്ട്. ഒരു പാസ്പോർട്ട് എടുത്ത് റെഡി ആയിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ വിസ കാത്തിരിക്കാൻ പറ്റും. അതിങ്ങനെ ഏകദേശം അടുത്ത മാസം വരും, അത് ഇത്രാന്തി വരും. അതുപോലെ അയാളപ്പന്റെ മോൻ പോകണ്ടോ, പോയതിനു ശേഷം ശരിയാവും. മരണത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു മുൻകൂർ കാര്യങ്ങളും ഞമ്മക്ക് പറയാൻ കഴിയില്ല. ഈ മഞ്ചേരിന്റെ ഇടവണ്ണന്റെ ഇടയിൽ നടന്ന പല ആക്സിഡന്റ് കേസുകളിലും പല ബന്ധങ്ങളുള്ളതുകൊണ്ടാണ് ആളുകൾ പറയാറുണ്ട്. വീട്ടിൽ നിന്ന് ജസ്റ്റ് എപ്പോഴും പോയി വരാന്ന് പറഞ്ഞ ആള് അടുത്ത നിമിഷം പറയുന്നത് ഫോൺ വരികയാണ്, നിങ്ങളൊരാൾ ഇവിടെ വീണ്ടുണ്ട്, ഹോസ്പിറ്റലാണ്, എമർജൻസി ആണ്, നിങ്ങൾ ഇവിടെ വരുന്നത്. ജസ്റ്റ് അത് സാധാരണ പോണ പോലെ ഒരു തുണികുപ്പായിട്ട് ഇറങ്ങിക്കോളും. ഇതൊരു സമയമാണ്. ആ സമയത്ത് ഭാര്യനോട് ഭർത്താവ് പറയണ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരും. ഒരു കട്ടൻ ചായ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കൊടുന്ന് മേശം ഇയാളെ കയ്യിൽ കൊടുക്കാൻ നോക്കുമ്പോ ഇയാളുടെ ചെരിഞ്ഞ് കസേര കിടക്കണം. ഒരു ചായ ഉണ്ടാക്കുന്നതിന്റെ ഗ്യാപ്പിൽ നമ്മളെ കയ്യിൽ ആള് പോവുകയാണ്, ആള് മരിച്ചു എന്നാണ് പിന്നെ നോക്കിയിട്ട് പറയുന്നത്. ഈ ബോധവും ഈ ചിന്തയും നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യരാണ് നാട്ടിൽ. ഒരു കൂസലുമില്ലാതെ, ഒരു ലെവലേശം പടച്ചറപ്പിനെ പറ്റി ചിന്തിക്കാതെ എല്ലാ തോന്നിവാസങ്ങൾക്കും കുടപിടിക്കുന്നു. നന്മയുടേതായ വാതിലുകൾ കൊട്ടിയടക്കുന്നു. തിന്മകളോടൊരു നിസ്സാര ഭാവത്തോടെ അതിനെ മുറുകി പുൽകി ജീവിക്കുന്നു. മാതാപിതാക്കളോടൊരു മാന്യതയുടെ നല്ല സംസാരം പോലും കാഴ്ചവെക്കാൻ മടിക്കുന്നു. സ്വന്തം ഭാര്യയെന്നും മക്കളെന്നും കുടുംബമെന്നും ചിന്തിക്കാതെ തെറ്റായ മാർഗങ്ങളിലേക്ക് തുറന്ന് സഞ്ചരിക്കുന്നു. പലിശയുടെ ഏടാകൂടങ്ങളിൽ വീണുകൊണ്ട് കരക്ക് കയറാൻ പറ്റാതെ, ബറക്കത്തില്ലാതെ ശാപവാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് പരസ്പരം പഴിചാരി ജീവിക്കേണ്ടി വരുന്നു. കളവും തോന്നിവാസങ്ങളുമായി കൊണ്ട് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ പാപദുരന്തങ്ങൾ അനുഭവിക്കുന്നു. എപ്പോഴും ചിന്തിക്കണില്ല ഞാൻ ഇതൊക്കെ ഇട്ടെറിഞ്ഞു പോണെന്നുള്ളത്. ആ പോക്കിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ ഒരു സമയത്ത് ഇതുവരെ ഉണ്ടായിരുന്ന ആള് മരിച്ചു എന്ന് അറിഞ്ഞാൽ അയാളെ ഇതുവരെ വിളിച്ചിരുന്ന പേരങ്ങ് മാറാൻ തുടങ്ങും. ഇത്രയും നേരം നമ്മൾ അബൂബക്കർ എന്നും സുബൈർ എന്നും സുലൈമാൻ എന്നും കരീം എന്നും ഒക്കെ നമ്മളെ വിളിച്ചിരുന്ന അതേ മനുഷ്യന്മാർ വേണ്ട, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വരെ നമ്മളെ പേര് മാറ്റി വിളിക്കും. നമ്മളെ കുട്ടികളെ നമ്മളെ മാറ്റി വിളിക്കും. ഉപ്പച്ചീന്ന് വിളിച്ചാള്, ഉമ്മച്ചീന്ന് വിളിച്ചാള്, പൊന്നുപ്പ എന്ന വിളിയും മക്കൾ മാറ്റുമേ. ഉടൻ മയ്യിത്ത് എന്ന പേരു മാത്രമാകുമേ. നമ്മളെ കുട്ടി, മൂത്ത കുട്ടി വന്നിട്ട് ചോദിക്കേ, മയ്യിത്ത് കുളിപ്പിക്കാനായോ, പാപ്പാനെ കുളിപ്പിക്കാനായോ എന്ന് ചോദിക്കൂല. എന്റെ അമ്മാനൊന്നും കൂടി ഇങ്ങോട്ട് കുളിപ്പിക്കട്ടെ ചോദിക്കൂല. ആ മയ്യിത്ത് കുളിപ്പിക്കാനായോ, പേരവിടെ മാറി, അഡ്രസ് അങ്ങോട്ട് മാറി. നമ്മളെ നിമിഷങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് അടിപൊളിയായി മനോഹരമായി ഓടിച്ചിരുന്ന വാഹനം അവിടെ കാർ പോർച്ച് കിടക്കാണ്. നല്ല തരം ഡിസൈനുള്ള മോഡലുള്ള നല്ല നിലവാരമുള്ള വാഹനം അവിടെയുണ്ട്. പക്ഷെ ഇനി അതിൽ കൊണ്ടുപോകൂല, ഇതിൽ ഓടിക്കാൻ പറ്റൂല. അവനെ മയ്യിത്ത് കട്ടിലിലേക്ക് മാറ്റും. ആ വണ്ടിന് വരില്ല.
നല്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങളുണ്ട്, തരം തരം നോക്കി മോഡൽ നോക്കി ഏറ്റവും ന്യൂജനായി ഏറ്റവും ലേറ്റസ്റ്റ് ആയ മോഡൽ തെരഞ്ഞ് വസ്ത്രം നോക്കി നടക്കുന്ന ആഴ്ചകളിൽ നടക്കുന്ന ഫംഗ്ഷനുകൾക്ക് മാറി മാറി വസ്ത്രം എടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് പ്രിയപ്പെട്ട പെങ്ങളെ, സഹോദരി, ഉമ്മ, ജ്യേഷ്ഠന്മാരെ, അനിയന്മാരെ, ഇന്ന് അയാളുടെ വസ്ത്രം 3 വെള്ള തുണി മാത്രമാണ്. മോഡൽ പ്രശ്നമല്ല, ഡിസൈൻ ഒരു പ്രശ്നമല്ല, ടൈറ്റാണോ ലൂസാണോ പ്രശ്നമല്ല, കുളിപ്പിച്ചതിലേക്ക് അങ്ങ് മാറ്റുകയാണ്. വീടിന് സൗകര്യം പോരാ എന്ന് പറഞ്ഞ് വിപുലമാക്കി എയർ കണ്ടീഷൻ ചെയ്ത മണിമാളിക സൗധങ്ങളുള്ള വീട്ടിലെ പ്രിയപ്പെട്ട ജനാസയെ ഇറക്കി കൊണ്ടുപോണത് എവിടേക്കാ? 6 അടി മണ്ണിലേക്ക്, ചളിമണ്ണിലേക്ക് കൊണ്ടുപോവാണ്. ഇതിനൊരുങ്ങണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണ്. കെട്ടുകൾ 3 കെട്ടി, കട്ടിലിൽ നിന്നെയുമേറ്റി, ഒരു ദിനമുണ്ടോ ഒരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. തിരിച്ചു വരില്ല. ആരെങ്കിലും കാണാണ്ടോ? കാണാനുള്ളവർക്ക് കാണാൻ തരും, കണ്ടു കൊതി മാറും. ഇതുവരെ കാണുന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. മരിച്ചു കിടക്കുന്ന രംഗം കാണുമ്പോ കാണോല് നമ്മളെ പറ്റി വല്ലാത്ത വിഷമത്തോടെ സങ്കടപ്പെട്ട് തേങ്ങി ഒലിച്ചിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോണത്. നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചപ്പോ നീ കരയുകയായിരുന്നു. ചുറ്റും കൂടിയവരൊക്കെ ചിരിക്കായിരുന്നു. മിഠായി കൊടുക്കുന്നു, ലഡു കൊടുക്കുന്നു, എന്താ കൊടുക്കേണ്ടതെന്ന് അറിയുന്നില്ല. ഭയങ്കര സന്തോഷം എല്ലാരും വിളിച്ചറിയിക്കായിരുന്നു. എന്നാ മനുഷ്യ, നീ ഒരുങ്ങിക്കോ, തയ്യാറായിക്കോ. ഇതുപോലെ ഒരു ദിവസം നിനക്ക് നിന്റെ മരണത്തിന്റെ ദിവസം വരാനുണ്ട്. നിന്നെ കാണാൻ വരുന്നവരൊക്കെ കരയുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് ചിരിച്ചങ്ങോട്ട് പോണം. നമുക്ക് ഒരു കരഞ്ഞോട്ടെ, ഓലങ്ങനെ കരഞ്ഞോട്ടെ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിനക്ക് സന്തോഷിച്ച് ചിരിച്ചുകൊടുന്ന് പോകാൻ പറ്റുന്ന വിധത്തിൽ ഒരുങ്ങിക്കോ എന്നാണ് പറഞ്ഞത്. ഇത് ഖുർആന് വായിക്കുന്ന ആള്, ഖുർആൻ പഠന ക്ലാസ്സുകൾ, QHLS സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവർക്ക് കേൾക്കാതെ പോകാൻ കഴിയൂല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഏത് പണ്ഡിതനും സാധാരണക്കാരനും സമ്പന്നനും തൊഴിലാളിയും രാജാവും പ്രജയും അമ്മയും ഉമ്മയും എല്ലാവർക്കും ബാധകമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും മരിക്കും. അവിടെ അവസാനിച്ചില്ല ആയത്ത്, തുമ്മ ഇലൈനാ തുർജഊൻ. പിന്നെ നമ്മിലേക്ക് മടക്കപ്പെടും. പടച്ചോന്റെ ഒരു പോക്ക് പോണം. ഞങ്ങൾക്ക് ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങോട്ട് വരുന്നുണ്ടെന്നതിന്റെ അർത്ഥം ഞങ്ങളൊക്കെ അങ്ങോട്ട് വരാനുള്ളവരാണ്. ഏത് നാട്ടിൽ കൂടെ വരസാൻ പോയാലും അവസാനം നമ്മളെ കൊണ്ടുപോയി അടക്കം ചെയ്യുന്നത് എവിടെ? കത്തപ്പിരിയങ്ങാടിയിലെ നമ്മളെ പള്ളിന്റെ ഖബർസ്ഥാനിലാണ് നമ്മൾ ലാസ്റ്റ് കിടക്കുക. കൂടെ പോയി വരുമ്പോൾ ഏത് കറക്കം കറങ്ങി വരുമ്പോൾ അവിടെ ഒന്ന് നോക്കണം. ലാസ്റ്റ് നമുക്ക് അവിടെയും കൊണ്ടുപോയാക്കാളുണ്ട്. ലാസ്റ്റ് ഈ ചിന്ത നഷ്ടപ്പെട്ടവരെ കുറിച്ച് ഇമാം ദഖാഖ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഒരാളുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനൊരു ഒരുക്കവും ഇങ്ങനെ ഒരു മരണചിന്തയും നഷ്ടപ്പെട്ടാൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ അയാൾക്ക് 3 പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒന്ന്, അയാൾ തൗബ ചെയ്യാൻ മടി കാണിക്കും. ഇപ്പൊ എന്താ തന്നെ തൗബയുണ്ട്, 25-ാം വയസ്സിൽ ഇപ്പൊ തന്നെ തൗബ ചെയ്യാം. ഇപ്പൊ ഈ ചെറിയ പ്രായത്തിലും തൗബ ചെയ്യാം. എന്താ ഹജ്ജൊന്നും കഴിഞ്ഞിട്ടില്ല, ഇപ്പൊ തന്നെ തൗബ ചെയ്യാൻ അയാൾ മടിക്കും. ആരാധനകൾ ചെയ്യുന്നയിടത്ത് അയാൾ മടിയനാകും. പള്ളിക്ക് വരാനൊരു ഉഷാറുണ്ടാവില്ല. നിങ്ങൾ 3 ദിവസമല്ല 30 ദിവസം വയലുവെച്ചാലും മൂപ്പർക്ക് ഇങ്ങനെ വന്ന് അങ്ങനെ പോകുക എന്നല്ലാതെ ഇതിന്റെ ഉള്ളിൽ വന്ന് ഇരിക്കാൻ മൂപ്പരെ കൊണ്ട് കഴിയില്ല. കാരണം അയാൾ ചിന്തിക്കുന്നില്ല. ഭയങ്കര മടി. ദീനിയായ ഇബാദത്തിന്റെ രംഗത്ത് അയാൾ കസ്ലാനായിരിക്കും. ഭയങ്കര മടിയനായിരിക്കും. ഒരാരാധനയും എനർജറ്റിക്കായി ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ ആ മനുഷ്യന് ഖനാഅത്തുൽ ഖൽബ് ഉണ്ടാവില്ല. ഉള്ളതുകൊണ്ട് ഒന്നും തൃപ്തി ഉണ്ടാവില്ല. കോടികൾ ഇവിടെ കൊണ്ടുപോയിട്ട് കൊടുത്താലും ഇനി വേറൊന്നും എവിടെ തുടങ്ങാൻ പറ്റത്തില്ല. എത്ര വലിയ വീടുണ്ടാക്കിയാലും ഉപരി ചിന്തിക്കുന്നത് ഒന്നും കൂടി മോഡൽ ഇപ്പുറത്തേക്ക് മാറ്റി അപ്പുറത്തേക്ക് ആക്കിയാലും ചിന്തിക്കും. അയാൾക്കൊരു ഉള്ളതിലൊന്നും ഒരു തൃപ്തി ഉണ്ടാവില്ല.
ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ വാക്കിയ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, നാളേക്ക് വേണ്ടി എന്തൊരുക്കമാണ് ചെയ്തു വെച്ചത് എന്ന് ആലോചിച്ചിട്ട് അല്ലാഹനെ സൂക്ഷിക്കണം. പ്രായം കഴിഞ്ഞു പോവുകയാണ്. 15 കൊല്ലം കുട്ടിക്കാലം കഴിഞ്ഞു പോയി, അതിന് കിട്ടൂല. അത് മനോഹരമായ കാലായിരുന്നു, അടിപൊളി ആനന്ദിച്ച കാലായിരുന്നു. അന്ന് നമ്മൾ വിചാരിച്ചു വലുതായ മതി വലുതായ മതി. പിന്നെ 15-ന് ശേഷമുള്ളത് യൗവനമായിരുന്നു. അന്ന് നമ്മൾ ഇങ്ങനെ പെണ്ണെട്ടാനും പഠിക്കാനും ഡിഗ്രിയും ജോലിയും അങ്ങനെയൊക്കെ പാടുന്നുണ്ട്. 10-25 കൊല്ലത്തിന്റെ ആയുസ് നമ്മൾ കൂട്ടിക്കോ. പിന്നെ അതെല്ലാം കഴിഞ്ഞൊരു കുടുംബമായി വീടായി കാര്യങ്ങളൊക്കെ മധ്യവയസ്കനായി അവസാനം അവസാനം വാർദ്ധക്യത്തിലായി നരബാധിച്ച് രോഗം ബാധിച്ചിരിക്കുകയാണ്. കുറെ വിഷമങ്ങളും പിന്നെ കുറെ യാത്രകളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചലനങ്ങളും ഒക്കെയായി ആയുസ് തീരുകയാണ്. മനുഷ്യ കിട്ടുന്ന ആയുസേ നന്നായി ക്രമീകരിച്ച് ഉപയോഗപ്പെടുത്തിക്കോ. ഇവിടുന്ന് പോകുമ്പോ മരിച്ചങ്ങോട്ട് ഇറങ്ങി പോണ സമയത്ത് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല അയാൾ എങ്ങനെ മരിച്ച്, അയാളെ റേഞ്ച് എന്താണ്, ഇനി അവിടെ പോയ എന്തായിക്കോ അയാളുടെ സ്ഥാനം എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയൂല. നമ്മളോട് വിശുദ്ധ ഖുർആൻ പറയാണ്, ചിലർ മരിക്കുന്ന സമയത്ത് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവേ റബ്ബിലേക്ക് മടങ്ങിക്കോ. സന്തോഷത്തോടെ റബ്ബിന്റെ തൃപ്തികരമായ ലോകത്തേക്ക് മടങ്ങിക്കോ. നീ ഏറ്റവും സുഖകരമായ ഐഷത്ത് റാദിയയിലേക്കാണ് പോണത്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അതിനനുസരിച്ച് ഇവിടെ ഒരുങ്ങിണ്ടാവണം ആള്. അയാളുടെ ജീവിതത്തിൽ ഇസ്ലാം കാര്യങ്ങൾ പാലിക്കും. അയാളുടെ ഷഹാദത്ത് കരിമകളെ അയാൾ കറക്റ്റായി ഫോളോ ചെയ്യും. നിസ്കാരം ഗൗരവമായി കാണും. ആദ്യത്തെ വിചാരണ നിസ്കാരത്തിന്റെ കാര്യത്തിലാണ്. നമ്മുടെ കുട്ടികളോട് 7 വയസ്സ് വരെ ഒരു കൽപ്പന നമ്മളോട് പറഞ്ഞിട്ടില്ല. 7 വയസ്സായാൽ ഫസ്റ്റത്തെ കൽപ്പന നിസ്കരിക്കണം. 10 വയസ്സായാൽ അന്നാണ് അടി തുടങ്ങുന്നത്. 10 വയസ്സായാൽ നിസ്കാരത്തിന്റെ പേരിലാണെന്ന് അടിക്കാനുള്ള അധികാരം തന്നത്. 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ എത്ര കൊല്ലമുണ്ട്? 3 കൊല്ലം ഇൻറ്റു 5 നേരം. എത്ര നിസ്കാരം കഴിഞ്ഞു? അത്രയും ഉപദേശം കൊടുത്തതിന് ശേഷം മാത്രമാണ് 10-ാം വയസ്സിൽ അടിക്കല്. അല്ലാതെ വയസ്സായതുകൊണ്ട് മാത്രം അടിക്കാൻ പാടില്ല. 7-ാം വയസ്സ് മുതൽ 10-ാം വയസ്സ് വരെ ഉപദേശിച്ചിട്ടും നിസ്കാരം പറഞ്ഞിട്ടും കൂടെ നിർത്തിയിട്ടും പറഞ്ഞു കൊടുത്തിട്ടും പഠിപ്പിച്ചിട്ടും മദ്രസയൊക്കെ വിട്ടിട്ടും മുസ്താദിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടും ഒന്നും നടക്കണില്ലെങ്കിൽ നമ്മൾ 1-ാമത്തെ ചാൻസ് കഴിഞ്ഞ് 2-ാമത്തെ തല്ല. ഒരു ചെറിയ കേസ് കിട്ടിയാൽ മതി. വീട്ടിലൊക്കെ ഒരു ചെറിയ അനുസരണക്കേട് ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കയ്യിൽ തള്ളക്കൈല കിട്ടിച്ചെങ്കിൽ അതുകൊണ്ട് തല്ലുകൊള്ളു. അതിന് ഒരു പ്രശ്നമില്ല. തല്ലണേന് ഒരു മോശമില്ല. ചില കുട്ടികളൊക്കെ അവരുടെ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ പാടുകൾ കാണിച്ചു ഉമ്മാന്റെ ഒക്കെ കിട്ടിയതിന്റെ അടയാളങ്ങൾ. ഉമ്മാനോട് ചോദിച്ചാൽ പറയും, ഞാൻ പിന്നെ അവനെ തല്ലല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടത്? നിസ്കാരത്തിന്റെ കാര്യത്തിലാണ് ഒരു അനുവദിക്കപ്പെട്ട മേഖല പോലും. അതുപോലും പോറലേൽക്കാതെ, പരിക്ക് പറ്റാതെ, മുറിവേൽക്കാത്ത രൂപത്തിലും അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയിട്ടുമാണ്. ആ നമസ്കാരത്തിൽ പുരുഷന്മാര് പള്ളിയിലേക്ക് എത്താൻ പറഞ്ഞു. സ്ത്രീകളെ വീടുകളിൽ കൃത്യമായിട്ട് നമസ്കാര സമയം പാലിക്കണം. പുരുഷന്മാരെ നമ്മുടെ ജമാഅത്തിന്റെ കാര്യത്തിൽ ഒന്ന് നന്നായി സജ്ജരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അടുത്ത് വന്ന ആളോട് നബി തങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പറയാണ്, എന്താ അറിയില്ല, നിസ്കരിക്കാൻ ഒരുപാട് ആവേശം വരുന്നില്ല, ഒരു ഉന്മേഷം കിട്ടണില്ല, ഒരു ഭക്തി അങ്ങ് കിട്ടണില്ല. നബി തങ്ങൾ പറയാണ്, നീ നിസ്കരിച്ചു നോക്ക്, നാളെ മുതൽ ഇതെന്റെ ലാസ്റ്റത്തെ നിസ്കാരമാണെന്ന് വിചാരിച്ചിട്ടൊന്ന് നിസ്കരിച്ചു നോക്ക്. അങ്ങനെ ചിന്തിച്ചു. ഇതിന്റെ ലാസ്റ്റത്തെ ടൂറാണ് അല്ലെ? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. ഇത് ഞങ്ങളെ കുടുംബത്തിന്റെ ലാസ്റ്റത്തെ കല്യാണമാണ്, അതുകൊണ്ട് ലോകരെ മാത്രം വിളിക്കണം. ഇതിന്റെ കൂടി ഇത് അവസാനത്തെ കുട്ടിയാണ്, അതുകൊണ്ട് അവർക്ക് വാരിക്കോരി കൊടുക്കുക. ഇതെന്റെ അവസാനത്തെ നിസ്കാരാണ് എന്ന് ചിന്തിച്ചിട്ട് നിസ്കരിച്ചു നോക്ക്. എന്റെ നിസ്കാരത്തിന് ഇങ്ങനെ ആവേശം വരാൻ തുടങ്ങും. ഇത് കയ്യരുതേ കയ്യരുതേ നടക്കന്നെ തോന്നുന്നു.
കുറച്ചുകൂടി പോകുന്നു. കാരണം എന്താ, ഇന്നൊരു ഇശ നമസ്കരിച്ച് അടുത്ത സുബീക്ക് നമുക്ക് എന്ത് ഗ്യാരണ്ടിയാ? ഒരു ഗ്യാരണ്ടിയാ. കണ്ണ് കാണാത്ത അന്ധനായ കാഴ്ച പരിമിതനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് കാഴ്ച പ്രശ്നമുണ്ട്, കൂടെ വരാൻ ആളില്ല, വഴിയിൽ ജന്തുക്കളുണ്ട്, അതുപോലെ തന്നെ ദൂരം ഒരു പ്രശ്നമുണ്ട്, മരുഭൂമിയാണ്, ഒരുപാട് ശല്യങ്ങളുണ്ട്, നബിയേ ഞാൻ വീട്ടിൽ നിന്ന് നിസ്കരിക്കട്ടെ? തങ്ങൾ ചോദിച്ചു, നിങ്ങൾ അഫലാ തസ്മഉൻ നിദാ, നിങ്ങൾ ബാങ്ക് വിളി കേൾക്കാറുണ്ടോ? ബാങ്ക് വിളി കേൾക്കാറുണ്ടോ? കണ്ണിന് പ്രശ്നം ഉണ്ടാകും, ചെവിക്ക് പ്രശ്നമുണ്ടോ? ഇല്ല നബിയെ, ബാങ്ക് കേൾക്കാറുണ്ട്. എങ്കിൽ താങ്കൾ ആ ജവാബ് കൊടുത്തവിടെ എത്താൻ നോക്കണം. അപ്പൊ നമ്മക്കോ വണ്ടിണ്ട്, കാറുണ്ട്, അടുത്തടുത്ത് പള്ളിയുണ്ട്, ബാങ്ക് വിളി കേൾക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, ഒരു മനസ്സില്ലാത്തതിന്റെ പ്രശ്നം. എടുക്കാത്ത മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ റമദാനെ കാത്തുക്കണ്ട. ഇമാം അബൂബക്കർ അൽ-ബഖലി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയ ഒരു ചരിത്രം കാണാൻ സാധിക്കും. റജബ് മാസം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ച് വിളവിറക്കുന്ന മാസമാണ്. നല്ല വിത്ത് നോക്കി സെലക്ട് ചെയ്ത് അതിന് നല്ല മണ്ണ് നോക്കി പാകപ്പെടുത്തേണ്ട മാസമാണ് റജബ്. ശഅബാൻ എന്ന് പറഞ്ഞാൽ ആ വിത്തിനെ, ആ ചെടിക്ക് വെള്ളം ഒഴിച്ച് പാകപ്പെടുത്തി അതിനെ നട്ടു വളർത്തേണ്ട മാസമാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ ഷഹറുൽ ഹസാദ്, വിളവെടുപ്പിന്റെ മാസമാണ്. നമ്മള് റമദാനിലാണ് കൊണ്ട് കൊഴിച്ചിടാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മനുഷ്യരെ, റജബിൽ വിത്തിറക്കാത്ത, ശഅബാനിൽ വെള്ളം ഒഴിക്കാത്തവൻ എങ്ങനെയാണ് റമദാനിൽ കൊയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്? സാധാരണഗതിയിൽ ശഅബാന്റെ മുമ്പൊക്കെ സക്കാത്തിന്റെ കാര്യം പറഞ്ഞ് റമദാനിൽ കാര്യമായിട്ട് സ്വതക്കയാണ് കൊടുക്കേണ്ടത്. സക്കാത്ത് എപ്പോഴാ കൊടുക്കേണ്ടത്? സക്കാത്ത് അതിന്റെ സമയം എപ്പോഴാണോ, ഞാൻ ശഅബാൻ 1 തുടങ്ങിയ കച്ചവടാണോ, ഞാൻ റമദാനിലല്ല കൊടുക്കേണ്ടത്. ശഅബാൻ എന്റെ കയ്യിൽ 10.5 പവൻ സ്വർണം വന്നത് റജബിലാണോ, ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടത് അടുത്ത റജബിലാണ്. നമ്മുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തിന് സക്കാത്ത് കൊടുക്കണം. പക്ഷെ അതൊക്കെ പഠിക്കേണ്ട മേഖലകളാണ്. സ്വയം അവനവന്റെ കാര്യങ്ങൾ തർത്തീബാക്കിയിട്ട് പോകുക. സമ്പത്ത് അല്ലെ, എത്ര മനുഷ്യന്മാരാണ് മരിച്ചതിന് ശേഷം കടബാധ്യതകൾ കൊണ്ട് മക്കൾ ഞെരുങ്ങി അമർന്നവർ, ശ്രദ്ധിക്കാതെ പോയവർ. ഒരാൾ മരിച്ചാൽ അയാളുടെ കടം വീട്ടണം, സകാത്ത് കൊടുക്കണം. നോമ്പ് കടമുണ്ടെങ്കിൽ നോമ്പ് വീട്ടണം, ഹജ്ജ് കടമുണ്ടെങ്കിൽ ഹജ്ജ് കടം വീട്ടണം, വസിയത്തുണ്ടെങ്കിൽ വസിയത്ത് വീട്ടണം. കുറെ പണിയുണ്ട്. അത് ഇത്ര ഗൗരവത്തോടെ പറയാനുള്ള കാരണം ഇതാണ്. ഇസ്ലാം കാര്യങ്ങളിൽ നമസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മൾ അതിനെ കൃത്യമായി പാലിക്കാൻ ഒരുങ്ങുക എന്നത് തന്നെയാണ് നമസ്കാരത്തെ പോലെ മരണത്തിനു വേണ്ടിയുള്ള ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ നല്ല രൂപത്തിൽ മരിക്കാൻ കഴിഞ്ഞാൽ അവനെ ഖബറിലേക്ക് ഇറക്കി വെച്ചു കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ മടങ്ങിപ്പോരും. അതുവരെ വാപ്പുണ്ടായിരുന്നു, ഇക്കാക്കുണ്ടായിരുന്നു, പ്രാസ്ഥാനിക ബന്ധുക്കൾ ഉണ്ടായിരുന്നു, പരിചയക്കാരുണ്ടായിരുന്നു, ശിഷ്യന്മാരുണ്ടായിരുന്നു. അവൻ മരിച്ചങ്ങ് കൊണ്ടുപോകുമ്പോ 3 കാര്യങ്ങൾ അവന്റെ പിന്നാലെ പോകുന്നുണ്ട്. പക്ഷേ അതിൽ 2 തിരിച്ചു പോരും. കുടുംബക്കാരൊക്കെ പോരും, സഹോദരന്മാർ അറിയണ്ടാവില്ല. ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന പുരുഷന്മാരാ. അവരങ്ങോട്ട് ഇറക്കി വെക്കുമ്പോൾ ഒരു സങ്കടഭാരത്തോടെ 3 പിടി മണ്ണ് വാരിയിട്ട് ആ ഖബറിന്റെ മേലെ ഇരുന്നിട്ട് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ തസ്ബീഹൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് എല്ലാവരും തിരിച്ചു പോരുകയാണ്. ഈറനണിഞ്ഞ കണ്ണുകളോടെ വിലപ്പെട്ട കുടുംബങ്ങളൊക്കെ കരയുന്നുണ്ട്. തിരിച്ചു പോന്നാലും ഒരു കാര്യം അവന്റെ കൂടെ ഉണ്ടാകും, അതവന്റെ അമലാണ്. അതിനാണ് വേണ്ടത് അമല്. ആ അമല് നന്നായി പരിശോധിച്ചപ്പോ, അതിന് കൃത്യമായി ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അവിടുന്ന് വിളിച്ചു പറയുന്ന ഫിരിശൂഹു മിനൽ ജന്ന, ആ വ്യക്തിക്ക് സ്വർഗത്തിൽ നിന്നൊരു വിരിപ്പ് കൊണ്ടുവന്ന് വിരിച്ചു കൊടുക്കാൻ പറയും. വൽബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നൊരു വസ്ത്രം കൊണ്ടുവന്ന് ധരിക്കാൻ പറയും. ഖബറിനകത്ത് വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കാൻ പറയും. നമ്മുടെ പത്തപ്പിരി അങ്ങാടിത്തെ കബർസ്ഥാനിൽ കിടക്കുന്ന മനുഷ്യന്മാർക്ക് ഈ സൂൺ കിട്ടും, യോഗ്യത ഉണ്ടെങ്കിൽ.
സ്വർഗത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കാൻ പറയും. അവന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കും. അവന് സന്തോഷ വാർത്ത അറിയിക്കും, പേടിക്കണ്ട, സ്വർഗം നിനക്കുണ്ട്. രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ പരിമളം അവന് വീശിക്കൊടുക്കുകയാണ്. റബ്ബേ, എനിക്ക് പെട്ടെന്നൊന്ന് ഖിയാമത്ത് നാളായിരുന്നെങ്കിൽ. അവനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങും, അവൻ കൊതിക്കാൻ തുടങ്ങും. എന്തിനങ്ങനെ നീട്ടിപ്പിടിച്ചു കൊണ്ടോണ്? ഈ സുഖങ്ങളെല്ലാം കിട്ടുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഖിയാമത്ത് നാളായിരുന്നെങ്കിൽ എന്നവൻ കൊതിച്ചു പോകും. ഇത് ചിന്തിക്കണം പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, യുവാക്കളെ. സദസ്സിൽ ഒരുപാട് പേരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്, യുവാക്കളും യുവതികളുമുണ്ട് ഈ സദസ്സിൽ. അൽഹംദുലില്ലാ, ഇന്ന് തുടക്ക ദിവസമായതുകൊണ്ട് ഇതേ ആവേശത്തോടെ അവസാനത്തെ ദിവസത്തിലെ നന്ദി പറയുന്ന സമയം വരേക്കും നമ്മുടെ ഒരു പങ്കാളിത്തം, ഇന്നില്ലാത്ത പങ്കാളിത്തം നാളെ ആവശ്യമുണ്ട്. അറിയേണ്ടവരെ അറിയിക്കണം. യുവാക്കളെ, യുവതികളെ, ഒരുങ്ങാൻ വേണ്ടിയാ ഉലമാക്കന്മാര് പറയുന്നത്. മൈമൂൻ ഇബ്നു മഹ്റാൻ റഹിമഹുല്ലാഹ് തന്റെ ചുറ്റുവട്ടത്ത് കൂടിയ ആളുകളോട്, ചെറുപ്പക്കാരോട് പറഞ്ഞൊരു വാക്ക് അബുൽ മലീഹ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, യുവസമൂഹമേ, ഖുവ്വതുകും ഇജ്അലുഹാ ഫി ശബാബികും, നിങ്ങളുടെ ഉന്മേഷവും ആവേശവുമെല്ലാം യുവത്വമാണ്. വനശാതകും ഫീ തഅത്തില്ലാഹ്, നിങ്ങളുടെ ആവേശവും ഉന്മേഷവും ഒക്കെ അല്ലാഹ്ക്ക് അനുസരണ ചെയ്യുന്നതിലാവട്ടെ. അല്ലൂടാനല്ല, നടന്മാർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാനല്ല, ഫാൻസുകളുടെ പിന്നിൽ ഒരുങ്ങി പുറപ്പെടാനല്ല, കല്യാണ മാമാകങ്ങൾ തല്ലി ല്ല, ക്യാമ്പസുകളിൽ അടിച്ചു തകരാനല്ല, ആയും ഇവിടെയും അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാവാനല്ല. എന്തിനാണ് യുവത്വം? പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട നന്മ ചെയ്യാനുള്ള സമയമാണ്. ആ യൗവനം നന്നായി ഒരുങ്ങി ഉപയോഗിച്ചോ. മഹാനായ പ്രസിദ്ധനായ താബിഈ പണ്ഡിതനായ സുഫിയാനു സൗരി റഹിമഹുല്ലാഹ് നമസ്കാരം കഴിഞ്ഞിങ്ങനെ ിരിക്കുമ്പോ കുറച്ച് ചെറുപ്പക്കാരെ കാണുകയാണ്. അവിടെ കാണാത്ത ഒരുപാട് യുവാക്കൾ ഉണ്ടല്ലോ ആ മഹലില്ല നാട്ടിൽ. അദ്ദേഹം ചോദിക്കുകയാണ്, ഇദാലം തുസല്ലുല്യോ, യുവാക്കളെ, നിങ്ങൾ ഇന്ന് നമസ്കരിക്കുന്നില്ലെങ്കിൽ നമസ്കരിക്കാനാ? ഇപ്പോഴും തുടങ്ങിയിട്ടില്ലേ? നിങ്ങൾ ഇപ്പോഴും ഒരുങ്ങിയിട്ടില്ലേ? ഖബറിലേക്ക് വെച്ച് വിചാരണ ചെയ്യുന്ന സമയത്ത് ആദ്യമായി വിചാരണ ചെയ്യുന്നത് നിസ്കാരത്തിന്റെ കാര്യമാണ്. ഒരുങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കം അതാണ്. ഉലമാക്കന്മാർ രേഖപ്പെടുത്തുകയാണ്, പ്രസിദ്ധരായ പണ്ഡിതന്മാരിൽ 300ഓളം സ്വഹാബിമാരെ കണ്ട് ദീന് പഠിച്ച സയ്യിദു താബിഈൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുന്നുണ്ട്, യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, യുവസമൂഹമേ, അമാ തഷ്താഖൂന ഇലൽ ഹൂറിൽ ഈൻ, ഹൂറിലീങ്ങളുടെ സ്വർഗത്തിലെ തരുണീമണികളും സമപ്രായക്കാരുമായ എല്ലാ സൗന്ദര്യങ്ങളും ഒത്തുണങ്ങിയ അവരിലേക്ക് നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നില്ലേ? ആ ദുനിയാവിലെ പെണ്ണിനെ മാറ്റിവെച്ച് പരലോകത്തെ പെണ്ണിനെ ലഭിക്കാൻ നീ കൊതിക്കുന്നില്ലേ? അതിനെന്താണ് നിങ്ങൾ ഒരുങ്ങാത്തത്? ഒരിക്കലും മത്ത് പിടിക്കാത്ത മദ്യമുണ്ട്. യുക്തിവാദികളും നിരീശ്വരവാദികളും പ്രചരിപ്പിക്കുന്ന പോലെ അത് മത്ത് പിടിച്ച് ഭ്രാന്താകുന്നതിന് വേണ്ടിയല്ല. വലക്കും ഫീഹാ മാ തഷ്തഹീ അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ, നിങ്ങൾ കൊതിക്കുന്ന, ഇച്ഛിക്കുന്ന, ആഗ്രഹിക്കുന്നതെല്ലാം അതിൽ കിട്ടും. ഇസ്ലാമിനെ കളിയാക്കി, ഇസ്ലാമിനെ കൊച്ചാക്കി നടന്നിരുന്ന യുക്തിവാദികൾ, നിരീശ്വരവാദികൾ അവരെന്താ ചെയ്തത്? അവസാനം നേതാവ് ആരിഫ് ഹുസൈൻ, അവന്റെ മാതാവ് മരിച്ചപ്പോ, നല്ലൊരു ഉമ്മയാണ്, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന ഖുർആൻ ക്ലാസ്സിൽ പോയിരിക്കുന്ന ഉമ്മയാണ്. ആ ഉമ്മ മരിച്ചപ്പോ യുക്തിവാദികൾ, ലിബറലിസ്റ്റുകൾ കൊണ്ടു നടക്കുന്ന ആരിഫ് ഹുസൈന്റെ മെസ്സേജ് എന്തായിരുന്നു? സാധാരണ ഒരു ഉമ്മാന്റെ മരണത്തിൽ ഒരു വിഷമ വാർത്തയായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ തലക്ക് ഭ്രാന്ത് പിടിച്ചവന്റെ വാക്കെന്തായിരുന്നു? ഹൂറന്മാരില്ലാത്ത ദുനിയാവിൽ നിന്ന് ഹൂറന്മാരുള്ള ലോകത്തേക്ക് എന്റെ ഉമ്മ ജിഹാദി പോയി. ഭയങ്കര പൊലിവായി, 4 ട്രോളൊക്കെ അടിച്ച് സ്വന്തം ഉമ്മാന്റെ മരണം ആഘോഷിക്കുന്ന യുക്തിവാദികളുടെ, നിരീശ്വരവാദികളുടെ ഒരു നേതാവിന്റെ അവസ്ഥ ഇതാണെങ്കിൽ അവന്റെ ഉസ്താദായ ജബ്ബാർമാരിന്റെ അവസ്ഥ അതിനേക്കാൾ മോശമാണ്. അവന്റെ ചങ്കിലെ ചങ്കായ ലിയാഖത്തലി അതിനേക്കാൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർക്ക് പിഴച്ചത്? അവർക്കൊരു വലയമില്ല.
ഇതാ വലയല്ല, ഒരു ദീനിന്റെ ചട്ടക്കൂടൊന്നുമില്ല. എന്തും തോന്നുന്നത് അടിച്ചുവിടാം, എന്തും പറയാം, എന്തും ഹലാലാണ്, എങ്ങനെയും ജീവിക്കാം. മതം വേണ്ട, മതമാണ് പ്രശ്നം, മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ് നടക്കുന്നവരെ ഖബറിനകത്തുള്ള ചോദ്യങ്ങളെ കുറിച്ച് ഒരുങ്ങിയിട്ടുണ്ടോ? മൻ റബ്ബുക, ആരാ നിന്റെ റബ്ബ്? ഒരു ചോദ്യം, അതൊരു വല്ലാത്ത ചോദ്യമാണ്. അങ്ങനത്തോൾക്കാണ് ഈ പറഞ്ഞ സൗകര്യം പറഞ്ഞിരിക്കുന്നത്. ഒമാദീനുക, നിന്റെ ദീനേതാ? വിധങ്ങളെ കാണി ഈ വ്യക്തിന് പരിചയമുണ്ടോ? ഇതിനൊക്കെ മറുപടി കണ്ടെത്തണ്ടേ. ദീൻ എന്താ വെറും ഒരു ദുനിയാവിലെ ഒരു തമാശയായിട്ട് തോന്നാണോ? മഹാരഥന്മാരായ ഉലമാക്കന്മാർ ഓർമ്മപ്പെടുത്താൻ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി യുവാക്കളോട് പറയാണ്, യാ മഅശറ ശബാബ്, യുവാക്കളെ, യുവ സമൂഹമേ, ഇയ്യാകും വത്തസ്വീഫ്, നിങ്ങൾ നാളെയാകാ 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 എന്ന് പറയുന്ന പരിപാടി മാറ്റി വെക്കണം. ചെയ്യണം, കുറെ ചെയ്യാണ്ട്, കുറെ പറയാണ്ട്, കുറെ കൊടുക്കാണ്ട്, എന്താ ചെയ്യാം? പിന്നാവാം. നിങ്ങൾ പിന്നെയാകാം പിന്നെയാകാം എന്ന് പറയുന്ന ആ പ്രവൃത്തി മാറ്റി വെക്കുന്നത് സൂക്ഷിച്ചോളൂ. പിന്നെ ചെയ്യാം എന്ന രൂപത്തിൽ നിങ്ങൾ എടുത്തു വെക്കല്ലേ. നമ്മളിപ്പോൾ യൗവനത്തിലാണ് യുവാക്കളെ, ആ യൗവനം ഉപയോഗിക്കണം. ശബാബക ഖബല ഹറമിക, വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് നിന്റെ യൗവനം നന്നായി ഉപയോഗിച്ചോ, ഒരുങ്ങി റെഡിയാക്കിക്കോ. ദാരിദ്ര്യം വരുന്നതിന്റെ മുമ്പ് നിന്റെ ഐശ്വര്യങ്ങൾ ഉപയോഗിച്ചോ. വഫറാഗക ഖബല ശുഗ്ലിക, നിന്റെ ഒഴിവു സമയങ്ങൾ തിരക്ക് വരുന്നതിന്റെ മുമ്പ് ഉപയോഗിച്ചോ. വഹയാതക ഖബല മൗതിക, മരണം വരുന്നതിന്റെ മുമ്പ് നിന്റെ ജീവിതം നന്നായി ഉപയോഗിച്ചോ. ഇത് പറഞ്ഞു കൊടുക്കാനാണ് അന്നസ്വിഹ, ഇത് കേൾക്കാനാണ് അന്നസ്വിഹ. ഇവിടെ വഴക്കിടാനും കലഹിക്കാനും ആളുകളെ ഏതെങ്കിലും നിലക്കുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വെറുതെ കുതർക്കങ്ങളിലേക്ക് ചാടി വീഴാനൊന്നുമല്ല ദീൻ പറയുന്നത്. അല്ലാഹു ഇത്തരത്തിലുള്ള സദസ്സുകൾ, മജ്ലിസുകൾ നാടുകളിൽ വളരാൻ, വ്യാപിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, നമ്മൾ നമ്മുടെ കിട്ടുന്ന നമ്മുടെ സമയത്തെയും അധ്വാനത്തെയും പ്രായത്തെയും സമ്പത്തിനെയും ഒഴിവു സമയത്തെയും എല്ലാം ഒരു ഒരുക്കത്തിന് വേണ്ടി കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. എന്തിനാണ് ഈ ഒരുക്കം? ആരുടെ മണ്ണിലേക്ക്, ബർസഖിന്റെ ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെച്ചാൽ പിന്നെ അധ്വാനിക്കാനുള്ള സമയമില്ല, പിന്നൊരു ദിക്ർ ചൊല്ലാൻ വഴിയില്ല, പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള അവസാനത്തെ അവസരം നഷ്ടപ്പെടും. അതാണല്ലോ മരണാസമയത്ത് മനുഷ്യനെ ഏറ്റവും വിലപിക്കുന്നത്. പൈസ വേണം, ഉണ്ടാക്കണം എന്നല്ല, ഒരു വീടുണ്ടാക്കണം എന്നല്ല, മക്കളെ കെട്ടിക്കണം എന്നല്ല, ഗവൺമെന്റ് ജോലി വേണമെന്നല്ല, സൗന്ദര്യം കുറച്ച് കൂടുതൽ വേണമെന്നല്ല, ഒന്നും ചോദിക്കണില്ല. റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, സമയം തന്നാ മതി. എന്തിനാ? ഫഅസ്സദ്ദഖ, ഞാൻ സദഖ ചെയ്യാം. വഅകും മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽ ഞാൻ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ പ്രവർത്തനം വരുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കാനൊരു നമ്മുടെ മുമ്പിൽ നമുക്കത് തുറന്നിട്ട് തരികയാണ്. പ്പെടുമ്പോ ഈ ദീനിന്റെ പ്രമാണങ്ങൾ അല്ലാഹുവിന്റെ കലാം ഇവിടെ സംസാരിക്കുന്നതിന്റെ എല്ലാത്തിന്റെയും ഒരു വിഹിതം ലഭിക്കാനുള്ള പ്രമാണങ്ങൾ തിരിച്ചുണ്ടാറിവുണ്ടാവണം. ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ എല്ലാം കഴിഞ്ഞു, അവസാനത്തെ അധ്യായവും ക്ലാസ് ചെയ്തു. ഇനി നമുക്കൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാൻ കഴിയോ? ഇല്ല. ഒരു സുബ്ഹാനല്ലാഹ്, ഒരു ദിക്ർ ചൊല്ലാൻ കഴിയോ?
ഒരു രൂപ ദാനം ചെയ്യാൻ പറ്റുമോ? ഒരു സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുമോ? നമ്മുടെ അമലുകളെല്ലാം തീർന്നു പോയ സമയമാണ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് മനുഷ്യൻ ഖബറിലേക്ക് ഇറക്കി വെച്ചാ പിന്നെ ഉണ്ടാകുന്നത് എന്താ? അവന്റെ ഖിയാമത്ത് നാൾ വരെ അവൻ കിടക്കുന്ന താവളമാണ് ബർസഖ്. ആലോചിക്കും, ദുനിയാവില് ഒരു മാക്സിമം 70 കൊല്ലം കഴിഞ്ഞാൽ കഴിഞ്ഞെന്ന് വിചാരിക്കാം. എന്നാൽ പരലോകം എന്ന് പറഞ്ഞ ബർസഖിന്റെ തുടക്കം എങ്ങനെ? വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ അവൻ ബർസഖിലാണ്, ഖബറിലാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഫാത്ത് കഴിഞ്ഞിട്ട് 5000 മേലെ കൊല്ലം കഴിഞ്ഞു, ബർസഖിലാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ വഫാത്ത് കഴിഞ്ഞു 1400 കൊല്ലം കഴിഞ്ഞു, ബർസഖിലാണ്. നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വന്തം ആൾക്കാർ, നമ്മുടെ പ്രിയപ്പെട്ട വല്ലിപ്പാന്റെ വല്ലിപ്പ, അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നില്ലേ? ഇവിടൊക്കെ ഇപ്പൊ എവിടെയാണ്? വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ ആ ബർസഖിലാണ്. ആ മണ്ണിന്റെ മേലെ ജീവിച്ച മനുഷ്യൻ മരിച്ചപ്പോ മണ്ണിന്റെ താഴേക്ക് ഇറക്കി വെക്കുകയാണ്. അലം നജഅലിൽ അർള കിഫാതാ അഹ്യാഅൻ വ അംവാതാ. ഈ ഭൂമിയെ ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും പാകമായി അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു. ജീവിച്ചിരിക്കുന്നവർക്ക് മണ്ണിന്റെ മേലെയാണ് സൗകര്യം, മരിച്ചവർക്ക് മണ്ണിന്റെ താഴെ ഇറക്കി വെക്കാനാണ്. മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്നാണ് മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചത്. വമിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും, അവസാനം ആ മണ്ണിലേക്കാണ് നിങ്ങൾ മടങ്ങുക. വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖറാ, രണ്ടാമത് ഒന്നുകൂടെ അതേ മണ്ണിൽ നിന്ന് ചീരച്ചെടികൾ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തുന്ന പോലെ മനുഷ്യന്മാരെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നൊരു ദിവസമുണ്ട്. അതിനുള്ള ഒരുക്കമാണ് അദ്ദുനിയാ മതാ. ദുനിയാവ് എന്ന് പറഞ്ഞ കുറെ വിഭവങ്ങളാണ്. ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ വൽആഖിറതു ഖൈറുൻ ലിമൻ ഇത്തഖാ വലാ യുൽമൂന ഫതീല. നബിയെ പറഞ്ഞു കൊടുക്ക, ദുനിയാവിന്റെ വിഭവം കുറച്ചേ ഉള്ളൂ, ആഖിറമാണ് വിശാലമായത്, ഉത്തമമായത്, ഖൈറായത്. ഇത് കുറച്ചുണ്ടാവുള്ളൂ. നമ്മൾ പറഞ്ഞില്ലേ, എത്ര എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായാലും ചിലപ്പോൾ ആ വ്യക്തി നഷ്ടപ്പെട്ടേക്കാം, മരിച്ചേക്കാം, അയാളെ സമ്പത്ത് കൂടെ കടക്കും. ചില വ്യക്തികളുണ്ടാകും, അയാൾ ജീവിച്ചിരിക്കും, അയാളുടെ സമ്പത്ത് മുഴുവൻ ഇല്ലാതെയാകും. എന്ത് ദുനിയാവിൽ സംഭവിക്കും? അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് ഇത് വല്ലാതെ കാര്യമാക്കി എടുക്കണ്ട. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല, വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല ദുനിയാവ്. എല്ലാം ഇപ്പൊ ശരിയാവുമെന്ന് വിചാരിക്കും, എന്തൊക്കെയോ സ്വപ്നങ്ങൾ വിചാരിക്കും. ഒരു പെൺകുട്ടി കല്യാണം പറയാൻ വേണ്ടി കോളേജിലേക്ക് വരുന്നു, കല്യാണം ഡേറ്റ് തീരുമാനിച്ചു, തൊട്ടടുത്ത ദിവസങ്ങളിൽ വിവാഹം ഏകദേശം ധാരണയായിട്ടുണ്ട്. എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടി കോളേജിൽ വന്നു. കോളേജ് കഴിഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്ത് ബസ്സിൽ ഭയങ്കര തിരക്ക്. അടുത്ത ബസ്സിൽ പോകാൻ തീരുമാനിച്ചു. അടുത്ത ബസ്സിൽ കയറി പെരിന്തൽമണ്ണ അങ്ങാടിയിൽ എത്തുന്നതിന് മുമ്പ് ഒരു വളവിൽ വെച്ചുകൊണ്ട് ബസ് ആക്സിഡന്റിലായി. ആ ബസ്സിനകത്തുണ്ടായിരുന്ന 12ഓളം ആളുകൾക്ക് ഗുരുതരമായ പരിക്ക് പറ്റി. പലരും തെറിച്ചു വീണ് മരത്തിന്റെ ആ ഭാഗത്തൊക്കെ പോയി തലയിടിച്ച അവസ്ഥകൾ ഉണ്ടായപ്പോ ഈ വിവാഹം തീരുമാനിച്ച പെൺകുട്ടി ആ ബസ്സിനകത്ത് മരിച്ചു കിടക്കുകയാണ്. വിവാഹ വീട് മരണ വീടായി മാറുന്നു. ഇതൊരു ദുനിയാവാണ്. ഇത് ദുനിയാവ് എങ്ങനെയാണ്? മതാ, വഞ്ചനയുടെ മതാആണ്. ഇതിലൊന്നും ആരും വല്ലാതെ അത്ഭുതപ്പെടണ്ട. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ. ഇത് കുറച്ചുള്ളൂ, ആഖിറമാണ് തീരാത്തത്, അവസാനിക്കാത്തത്. ആ ഖബർസ്ഥാനൊന്ന് ഇടയ്ക്ക് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കച്ചവടത്തിന്റെ തിരക്കിന്റെ ഇടയിലേ
ജോലിന്റെ തിരക്കിന്റെ ഇടയിൽ വല്ലാതെ കടന്നിങ്ങനെ മനസ്സിങ്ങനെ കൊടുന്ന ഒരുപാട് സ്വാർത്ഥതകൾ തലയിൽ ഇങ്ങനെ വെക്കുമ്പോഴേ സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറൊന്ന് സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുൽ മൗത, മരണം നിങ്ങളെ ഓർമ്മിപ്പിക്കും ആ ഖബറൊന്ന് കണ്ടാൽ. വതുദക്കിറുകുൽ ആഖിറ, നിങ്ങളുടെ പരലോകം ഓർമ്മിപ്പിക്കാൻ പറ്റുന്നതാണ് അത്. ഇമാം ഷാഫിഈ തങ്ങൾ പറയാണ്, നിങ്ങളുടെ കൽബൊന്ന് ലോലമാകാൻ ആ ഖബറൊന്ന് പോയി കാണ്. നിങ്ങളുടെ മനസ്സിന്റെ എല്ലാ നിലക്കുമുള്ള ദുരമൂത്ത ദുസ്വഭാവങ്ങൾ തീർന്നു കിട്ടാൻ, കുടുംബക്കാരോടുള്ള വഴക്ക് തീരാൻ, ഭർത്താവിനോട് ഭാര്യയോട്, ഭാര്യ ഭർത്താവിനോട് പിണങ്ങി അസ്വാരസ്യത്തോടെ കഴിയുന്നത് മാറാൻ ആ ഖബറൊന്ന് ഇടക്കിടക്ക് പോയി കാണണം. എത്ര ഭാര്യമാരാണ് പ്രിയപ്പെട്ട മക്കളെയും കുടുംബത്തെയും വിട്ടെറിഞ്ഞുകൊണ്ട് ആ ഖബർസ്ഥാനിൽ കിടക്കുന്നത്. എത്ര ഭർത്താക്കന്മാരാണ്, ചെറുപ്പക്കാരാണ് പ്രിയപ്പെട്ട കുടുംബത്തിനെ വിട്ടെറിഞ്ഞുകൊണ്ട് ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ളത്. അടിയാര് ഞങ്ങൾ അവിടെ ഖബർസ്ഥാനിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുകയാണ്. മദീനത്തെ അറിയപ്പെടുന്ന ബഖീഉൽ ഗർഖദിലേക്ക് കയറി ചെന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ജനങ്ങളെ പഠിപ്പിക്കുകയാണ്, ഖബറാളികളെ, നിങ്ങളുടെ മക്കളൊക്കെ നാട്ടിൽ സുഖമായി ജീവിക്കുന്നുണ്ട്. അവരുടെ എളാപ്പമാരും മൂത്താപ്പാരും അവർക്ക് വാരിക്കോരി കൊടുക്കുന്നുണ്ട്. എന്താ വിചാരിച്ച എന്റെ കുട്ടികൾക്ക് പട്ടിണിയെന്ന് വിചാരിച്ച് യതീമാണെന്നറിഞ്ഞിട്ട് നാട്ടുകാരൊക്കെ നന്നായി പരിചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഖബറാളികളെ, നിന്റെ ഭാര്യ നീ മരിച്ചതിന് ശേഷം പറ്റാവുന്ന നല്ലൊരു ആലോചന വന്നപ്പോ അവൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, അവളും കുഴപ്പമില്ലാതെപ്പോഴും ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഭാര്യമാരെ, നീ മരിച്ച് ഖബറിലടക്കി വെച്ചപ്പോ നിന്റെ ഭർത്താവ് മറ്റൊരാളെ കല്യാണം കഴിക്കേണ്ടി വന്നു. വേറെ നിർവാഹമില്ല, കുടുംബം മുന്നോട്ട് പോകണം. നീ കിടന്ന മണിയറയിൽ ഇന്ന് വേറെ ഒരാൾ കിടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഖബറാളികളെ, നിങ്ങൾ പൊന്നുപോലെ സൂക്ഷിച്ചിരുന്ന ഒരുപാട് സമ്പത്തുണ്ടായിരുന്നില്ലേ? അതൊക്കെ ആൾക്കാർക്ക് വേണ്ടവർക്ക് അനന്തരാവകാശികൾക്ക് ഓരി വെച്ച് വീതി വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയുമായിരുന്നു, ഈ ഖബറിലേക്ക് വേണ്ടത് തഖ്വയാണ്. തസവ്വദു വത്തഖ്വാ. പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവരും തഖ്വ ഉണ്ടാക്കിക്കോളും, ഇവിടേക്ക് വേണ്ടത് തഖ്വയാണ് എന്ന് നിങ്ങൾ പറയുമായിരുന്നു. പിന്നെന്താ പറയാത്തത്? അവിടെ പോയോലാരും തിരിച്ചു വരുന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ അങ്ങനെ കാണാം, ഖബർ കണ്ടാണ് നിന്ന് കരയും. ആരാ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബി, ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ, നബി തങ്ങളുടെ 2 മക്കളെ കല്യാണം കഴിച്ച മുന്നൂറയും റൂമാ കിണർ മേടിച്ച് ദാനം ചെയ്ത് മാതൃകയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2 ഹറമുകൾക്കും അത് വലുതാക്കാൻ വേണ്ടി സ്വന്തം സമ്പത്ത് കൊടുത്തയാൾ, ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെട്ട മദീനക്കാർക്ക് കച്ചവട ചരക്ക് മുഴുവൻ ദാനം ചെയ്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗമുണ്ടെന്ന് നബി തങ്ങളുടെ നാവ് കൊണ്ട് ഉസ്മാനും ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗ്ഗത്തിലാണ് പറഞ്ഞിട്ടുണ്ട്. ഖബർ കാണുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയാണ്. ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഇങ്ങനെ വല്ലാതെ കരയുന്നത്? നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഈ ഖബർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഒന്നാമത്തെ ഭവനമാണ്, പരലോകത്തേക്കുള്ള ഒന്നാമത്തെ വീടാണ്. ഫമൻ നജാ, അവിടെ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ളതൊക്കെ രക്ഷപ്പെടും. അവിടെ ശിക്ഷിക്കപ്പെട്ടാൽ അദാബ് അനുഭവിക്കേണ്ടി വന്നാൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് അദാബാണ്. എനിക്ക് പേടി, ഞാൻ ഖബറിൽ അദാബ് അനുഭവിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടുന്നതിന്റെ മുമ്പ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നബി പോലും اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ഖബറിന്റെ അദാബിന്ന് കാവൽ ചോദിച്ചിട്ട് നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന്റെ മുമ്പ് അത്തഹിയാത്തിൽ ദുആയുണ്ടായിരുന്നു. നമ്മൾക്ക് എന്ത് ധൈര്യമായിട്ട് നടക്കണം? നിങ്ങൾ ഇവിടെ എന്താ അവസ്ഥ എന്നറിയില്ല. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഖബറിന്റെ ഉത്സവം നടക്കുന്ന കാലാണ്. ഇപ്പോ ഉറൂസുകള്, നേർച്ചകള്, ചന്ദനക്കുടങ്ങള്, അപ്പവാണിപങ്ങള്, പല പല മഖാമുകളുടെയും ജാറങ്ങളുടെയും പരിസരങ്ങളിലും ഉത്സവം നടക്കണം. ഖബറിടങ്ങളിൽ വെച്ചുകൊണ്ട് അതിന് പറ്റിയ സ്ഥലമാണോ എന്ന് ചിന്തിച്ചു നോക്കി. സഹോദരങ്ങളെ, ആ ഖബറിനകത്ത് ഒരു മനുഷ്യൻ ശിക്ഷിക്കപ്പെടാനുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാരണങ്ങൾ നമ്മൾ ഒഴിവാക്കണം.
മലമൂത്ര വിസർജനത്തിന്റെ മര്യാദ പാലിക്കാത്തവര്, സംസാരത്തിൽ ഏഷണി പ്രയോഗങ്ങൾ വർദ്ധിപ്പിക്കുന്നവര്. ആണും പെണ്ണും ശ്രദ്ധിച്ചോളി. ഫോണിലാണെങ്കിലും വോയിസ് ആണെങ്കിലും ടെക്സ്റ്റ് ആണെങ്കിലും ഒരു മനുഷ്യൻ അയാളുടെ സാന്നിധ്യത്തിൽ ഇല്ലാത്തത് പറഞ്ഞ് നടക്കുന്നുണ്ടോ, നമീമത്താണ്. അയാൾ ഖബർ വരെ അദാബ് ഉണ്ടാകും. നരകത്ത് കിട്ടുന്നുണ്ടാകും. നരകം കിട്ടാൻ കാത്തിക്കണ്ട, ഖബറിൽ കിട്ടും. മറ്റുള്ളവന്റെ എന്തെങ്കിലും കവർന്നെടുത്തിട്ടുണ്ടോ, അവന്റെ അരസിന്റെ ഭൂമി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടോ, മറ്റുള്ളവന്റെ കച്ചവടം എന്തെങ്കിലും നമ്മുടെ പോക്കറ്റിലേക്ക് അന്യായമായി വന്നിട്ടുണ്ടോ, കളവ് പറഞ്ഞും കളവ് ചെയ്തും ജീവിക്കുന്ന മനുഷ്യ, ഖബറിനകത്ത് അയാൾക്ക് അദാബുണ്ട്. നമസ്കാര സമയത്തും ഉറങ്ങുന്നവൻ, ഖുർആനിനെ തള്ളി ഒഴിവാക്കിയവൻ, അത് പഠിക്കൂല. QHLS വിളിക്കും, QHLS ക്ലാസ് ഉണ്ട്, അതിന്റെ മെസ്സേജ് ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്, ക്ലാസ്സിന് പോകാൻ തയ്യാറല്ല, ഓതാൻ അയാൾ തയ്യാറല്ല, പഠിക്കാൻ തയ്യാറല്ല, ഹിഫ്ളാക്കാൻ തയ്യാറല്ല, അത് പകർത്താൻ തയ്യാറല്ല, അത് പ്രചരിപ്പിക്കാൻ തയ്യാറല്ലാത്തവനൊക്കെ ഹജ്റുൽ ഖുർആനാണ്. അവൻ അനുഭവിക്കും ഖബറിൽ വെച്ചുകൊണ്ട്. വ്യഭിചാരത്തിന്റെ ഏത് പേരിട്ട് വിളിച്ചാലും, ബെസ്റ്റി എന്ന് വിളിച്ചാലും, ക്രഷ് എന്ന് വിളിച്ചാലും, എന്തോമനെ പേരിട്ട് നടന്നാലും, അവിഹിതമായ എന്തൊക്കെ രൂപത്തിലുള്ള സിന വന്നാലും അത് അദാബിന്റെ കാരണമാണ്. എവിടെന്ന്? ഖബർ മുതൽ. ഖബർ മുതൽ. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിന് 4 ശിക്ഷയാ കൊടുത്തത്. സാധാരണ പോലെയല്ല, ഇത് മോശപ്പെട്ടതാണ്. സ്വവർഗരതി. ആണ് ആണിനെ പ്രാപിക്കുക, പെണ്ണ് പെണ്ണിനെ പ്രാപിക്കുക. നാട്ടിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ താരങ്ങളെ പോലെ പലരും നടക്കുന്നുണ്ട്. പേരിലൊക്കെ പലതും മുസ്ലിം പേരുകളാണ്, അധികവും അങ്ങനെയാണ്. പേരെന്തോ ആകട്ടെ, വിഷയമല്ല. പക്ഷേ ചെയ്യുന്ന ചെയ്തി ആണ് ആണിനെ പ്രാപിക്കുകയാണ്, പെണ്ണ് പെണ്ണിന്റെ കൂടെയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. നിങ്ങൾക്ക് എന്താ കുഴപ്പം? എന്റെ അമ്മ എന്നെ ശരിക്കും നോക്കാഞ്ഞിട്ടാണ്, വാപ്പ എന്നെ സ്നേഹിക്കാഞ്ഞിട്ടാണ്, അതിനെന്താ കുഴപ്പം? ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ഇന്നൊരു താരരാജാക്കന്മാരെ പോലെ വലിയ മുന്തിയ ഇനം, വലിയ സെലിബ്രിറ്റികളായി മാറുകയാണ്. എന്നാൽ ഖബറിനകത്തുള്ള അദാബിനെ പറ്റി എന്താ ഖുർആൻ പറയുന്നത്? എന്താ തഫ്സീറിൽ പറഞ്ഞത്? സ്വവർഗരതിക്കാരൻ അദാബ് അനുഭവിക്കും. അടുത്തത് ശ്രദ്ധിക്കണേ, ഈ സദസ്സിലിരിക്കുന്ന എന്നെയും നിങ്ങളെയും നേർക്കുനേരെ ബാധിക്കുന്നതാ. കടം വീട്ടാനുള്ള വ്യക്തിക്ക് കടം വീട്ടാതെ നീട്ടിക്കൊണ്ടു പോകുന്ന മനുഷ്യനുണ്ടെങ്കിൽ അയാൾ ആ 10 രൂപന്റെ പേരിൽ, 1000 രൂപന്റെ പേരിൽ, ഇപ്പൊ തരാതെ പറഞ്ഞ് മേടിച്ചതിന്റെ പേരിൽ കടം തന്ന മനുഷ്യൻ പിന്നീട് ഫോൺ വിളിക്കുമ്പോ എടുക്കാത്തതിന്റെ പേരിൽ അനുഭവിക്കുന്നത് ചെറിയ പ്രശ്നമല്ല. ഖബറിനകത്ത് വരെ അദാബ് അനുഭവിച്ചു കൊണ്ടിരിക്കും. ഷഹീദിന് വരെ വിട്ടുകൊടുക്കൂല എന്നാ പറഞ്ഞു. ഇന്ന് ഫോൺ വിളിച്ച് അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം, ഒരു 4 രൂപ അയക്കാണ്ടോ? രണ്ടാമത്തെ ചോദ്യം കടാണ്. എല്ലാ മാമൂലുകൾക്കും എല്ലാ നിലക്കുമുള്ള കുടുംബത്തിൽ വേണ്ടതിനും വേണ്ടാത്തതിനും ദൂർത്തിനും പൊങ്ങച്ചത്തിനും കടം പേടിച്ച് നടക്കുക. മാപ്പിള ഒരു സൈഡിൽ നിന്ന് ഓളമൊക്കെ പലിശയുടെ കുടുംബശ്രീയിൽ നിന്നും അപ്പുറത്തുനിന്നും പലിശരഹിത വായ്പ എല്ലായിടത്തും മേടിച്ചു കൂട്ടുക. ഒരു രേഖയില്ല, കണക്കില്ല. ചിലർക്ക് ഭാര്യമാരൊക്കെ ഭർത്താവ് അറിയാത്ത കടങ്ങളാ, അവിടെ പോയി പറയില്ല, പറഞ്ഞാൽ ചീത്തേക്കൊല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഈ അടുത്തൊരാള് ജനാസ കൊണ്ടുവന്ന് വെച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, ഇയാളുടെ ജനാസ അവിടെ എത്തിയിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ മയ്യത്തിനെ നമസ്കരിക്കാൻ പോവുകയാണ്, കടം ഉണ്ടെന്നറിഞ്ഞു, ആരാണ് ഏറ്റെടുക്കുന്നത്? മക്കളോടൊക്കെ ഇങ്ങനെ പേരൊക്കെ ചോദിച്ചപ്പോ മക്കൾ ഒഴിഞ്ഞു ഞാൻ പറഞ്ഞു, വാപ്പാന്റെ കടം ഞങ്ങൾ അറിയില്ല, 15 ലക്ഷം രൂപ. വാപ്പ കടം മേടിച്ചത് വീട്ടിലേക്കല്ല, അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ മേടിച്ചതും നടന്നതും ഒക്കെ വേറെ പലതിനായിരുന്നു. അതുകൊണ്ട് അത് മക്കളുടെ മേത്തേക്ക് വരണ്ട, ഞങ്ങൾ ഉത്തരവാദികളല്ല. കൊണ്ടുപോയി ഖബറടക്കം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് ആരും ഏറ്റെടുക്കാൻ സന്നദ്ധരല്ല. ഇവിടെയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ, ഷഹീദായ മനുഷ്യൻ വരെ അദാബ് അനുഭവിക്കുന്ന ലോകമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടുന്ന് നല്ലോണം ഒരു ജാഗ്രതയോടെ ആവട്ടെ, ഒരു നല്ല ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. കാഹളത്തിൽ നിന്ന് ഊതി പുറത്തേക്ക് വരുന്നൊരു ദിവസം വരാനുണ്ട്. എല്ലാവരും അവനവന്റെ അമലുകൾ പരിശോധിച്ച് മഹ്ശറിൽ വിചാരണയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു. കാഹളത്തിൽ അങ്ങ് ഊതിക്കഴിഞ്ഞാൽ ആ മൃതശരീരങ്ങൾ ആ ശ്മശാനങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരും. അങ്ങനെ
അവര് ചേലാകർമ്മം ചെയ്യാത്തവരായി, ചെരുപ്പിടാത്തവരായി, വസ്ത്രം ധരിക്കാത്തവരായി അവിടെ മഹ്ശറിൽ ഓരോരുത്തരും വരും. വകുല്ലുഹും മാറ്റി യൗമൽ ഖിയാമത്തി ഫർദാ. കുടുംബക്കാരൊക്കെ പാടല്ല, ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കായി അവിടെ വിചാരണ നേരിടണം. നമ്മുടെ കാര്യം നമ്മൾ പറയണം. ഭാര്യന്റെ പേര് പറഞ്ഞുകൊണ്ട് ദുനിയാവിലെ വലിയ വലിയ സൽക്കർമ്മങ്ങൾ മുടക്കുന്നവരൊക്കെ ചിന്തിച്ചോളി, ഓളുണ്ടാവില്ല. ഭർത്താവിന്റെ ഇഷ്ടവും പൊരുത്തം കിട്ടാൻ വേണ്ടി ഒരുപാട് നന്മകൾ മാറ്റിവെച്ചവരെ മൂപ്പരുണ്ടാവില്ല. നമ്മുടെ പരലോകത്ത് നമ്മൾ ഓരോരുത്തരും അവനവന്റെ കാര്യങ്ങൾ ഇങ്ങനെ വിചാരണക്ക് വെക്കുന്നൊരു നാള് വരാനുണ്ട്. മഹ്ശറിന്റെ തിരുമുറ്റത്തേക്ക് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന അതിൽ കുടിക്കുന്നത് 42 മുഴം തൊലി കനമുള്ളതാ, അണപ്പല്ല് ജബലുഹുദോളം സാമ്യമുള്ളതാ. അതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ ദയ്യാനേ, അതിനായി ദുആ ചെയ്യുന്നു യാ ഹന്നാനേ. അതികഠിനമായ ദാഹണ്ട്. കുടിക്കാൻ കൊടുക്കുന്നത് കഴിക്കാനും കുടിക്കാനും പറ്റാത്ത വെള്ളമാണ്. തൊലി ഇങ്ങനെ മാറ്റി മാറ്റി പുതിയ പുതിയ തൊലി കൊടുത്തവനെ ശിക്ഷിക്കുകയാണ്. മരിച്ചു എന്ന് തോന്നും, മരിക്കൂല. മരിക്കൂല. പിന്നെയും അവൻ അവിടെ ജീവിക്കാണ്. മര്യാദക്ക് ജീവിക്കാൻ പറ്റുമോ? ജീവിക്കൂല. തീ കെട്ടടങ്ങുമോ? തീ കെട്ടടങ്ങൂല. ആൾ ഹൗസ്ഫുള്ളാകൂല. ആ നരകത്തിന്റെ അതികഠിനമായ വേദനയിൽ നിന്ന് രക്ഷപ്പെട്ട് നമുക്ക് സ്വർഗം കിട്ടിയാലോ? സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ പിന്നെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം കിട്ടുമെങ്കിൽ രാത്രി നിസ്കരിച്ചാൽ എന്താ? സ്വർഗം കിട്ടുമെങ്കിൽ നോമ്പോറ്റാൽ എന്താ? ദാനം ചെയ്താൽ എന്താ? താടി വളർത്തിയാൽ എന്താ? നല്ല വേഷം ധരിച്ച് കൃത്യമായി ഇസ്ലാമിക വേഷവിധാനം സ്വീകരിച്ച എന്താ എനിക്ക് നഷ്ടം? സ്വർഗം തരും. ആ സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ കരിമ്പ എന്ന പ്രദേശത്ത് ഉമ്മാരുണ്ടല്ലോ. കരിമ്പ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ദിവസം സ്കൂൾ വിട്ടു പോകുമ്പോൾ ടിപ്പർ ലോറി കയറി 4 കുട്ടികൾ മരിച്ചു. ഒരിക്കലും തിരിച്ചു വരും അവർ ഈ ഒരു അവസ്ഥയ്ക്ക് എത്തുന്ന ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ഉമ്മ ഓരോ 4 ചിത്രങ്ങളിൽ ഒരു ചിത്രം ആരുടെയും കണ്ണ് ശ്രദ്ധിച്ചു പോകും. ശരിക്കും മുഖമക്കന ധരിച്ച ഒരു ഫുൾ സ്ലീവ് ധരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു. ബാക്കിയെല്ലാം നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ. പേരിന് ഷാളുണ്ടോ? പേരിന് ഷാൾ. മുസ്ലിമാണോ? പേരുണ്ട് മുസ്ലിമാണ്. മേക്കപ്പ് ഉണ്ടോ? മേക്കപ്പ്. ഞാൻ ആ മഫ്ത ധരിച്ച കുട്ടിയുടെ ഉമ്മ എന്നോട് ഒരിക്കൽ ഡയറക്റ്റ് പ്രോഗ്രാം കഴിഞ്ഞു വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ കുട്ടി അന്ന് വ്യാഴാഴ്ച ആയിരുന്നു, നോമ്പെടുത്തിട്ടാണ് 9ാം ക്ലാസ് വരെ പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നോമ്പെടുക്കണോ? പറഞ്ഞു, അതല്ലേ റമദാനൊക്കെ വരാനായില്ലേ, അപ്പൊ എനിക്കത് വീട്ടാനുണ്ട്, ഞാൻ പരീക്ഷ അല്ലേ എന്ന കുഴപ്പമൊന്നുമില്ല, ഞാൻ എടുക്കുകയാണ്. ഫ്രണ്ടിന്റെ വാപ്പ ഓട്ടോറിക്ഷ കൊണ്ട് വന്നിട്ട് മോളെ കേറെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ ഓട്ടോറിക്ഷ, ഞാൻ കുറച്ച് കണ്ട് നടന്നിട്ട് വരാം. എനിക്ക് കയറാൻ എന്തോ ഒരു മടി. കയറില്ല. കുറച്ചങ്ങോട്ട് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടിയുടെ ബോഡിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ നിങ്ങളുടെ കുട്ടിയുടെ ആധാർ കാർഡ് ഒന്ന് തിരിച്ചു തരണം. ഈ ആധാർ കാർഡ് എടുക്കാൻ വേണ്ടി ഈ ഉമ്മ ചെന്നിട്ട് അവരുടെ മോളുടെ ഫയൽ ഇങ്ങനെ തുറന്ന് ആ ഫയലിന്റെ അടിയിൽ ഒരു പേപ്പറിൽ ആ മോൾ എഴുതി വെച്ചിട്ടുണ്ട്, ഉമ്മ, ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വരും, ഉമ്മ ക്ഷമിക്കണം, ഉമ്മ തളരരുത്. ആ കത്തങ്ങട് കിട്ടി. അതുവരെ കരഞ്ഞിരുന്ന ആ ഉമ്മ എഴുന്നേറ്റു. കുട്ടിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിച്ചോളാന്ന് പറഞ്ഞു കൊണ്ടുപോയി മറവടക്കുന്നത് വരെ ആ ഉമ്മ ഇപ്പോഴും വാചാലമായി സംസാരിക്കുന്നത്. ഒരു ദിവസം ഉമ്മ ഈ കുട്ടിനോട് ചോദിച്ചു, ഈ കോലത്തിൽ മാന്യമായി വേഷം ധരിച്ച് നമുക്ക് സ്കൂളിൽ പോകണോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. അല്ല, എത്ര കുട്ടികളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അണക്ക് മാത്രമേ നടക്കും, എനിക്കിഷ്ടമല്ല. ഇങ്ങനെ പറയുന്ന ഒരു മോളുടെ ഉമ്മയാകാൻ ഈ ആയിരക്കണക്കിന് നാട്ടിലെ സഹോദരിമാരെ, നമ്മുടെ മക്കളിൽ ഒരു മകൾ അങ്ങനെയായി മാറാൻ എന്തൊരുക്കമാണ് നാം ചെയ്തു കൂട്ടിയത്. അല്ലാഹു എല്ലാവിധ അപകടങ്ങളിൽ നിന്ന്
എല്ലാവിധ ഷർറുകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദൂർത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും കേന്ദ്രങ്ങളായി നമ്മുടെ കല്യാണങ്ങൾ മാറുന്ന പോലെ മേക്കപ്പുകളും അതുപോലെ തന്നെ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത പല നിലക്കുള്ള പ്രവണതകൾ വ്യാപകമായി നമ്മുടെ നാട്ടിൽ ഇന്നിങ്ങനെ കടന്നുകൊണ്ടിരിക്കുമ്പോൾ എതിർക്കാനും ശബ്ദിക്കാനും വരെ ആളില്ലാതിരിക്കുകയാണ്. വടകര പ്രദേശത്തിന്റെ തൊട്ടപ്പുറത്ത് ഒരു കല്യാണമാണ്. നല്ലൊരു പൈസക്കാരനായ ഒരു മകന്റെ നല്ല ഡീസന്റ് ഫാമിലി. കല്യാണം കഴിയുന്ന അന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലായിടത്തും രസകരമായി എല്ലാം തീർന്നു. ഏലത്തൂർ എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഈ 2 പേരുടെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി പയ്യന്റെ വീട്ടിൽ ഇവർ താമസിച്ചു കൊണ്ടിരിക്കുമ്പോ ഇവരുടെ ചങ്ങാതിമാരായ ചെറുപ്പക്കാരുണ്ടല്ലോ ഇവിടെ തമാശക്ക് എങ്ങനെയാ പോകേണ്ടെന്നുള്ള ചിന്തിക്കുക. ഒരു തമാശക്ക് വേണ്ടി ഒരു പണി കൊടുക്കാൻ, ഒരു രസം കുടിക്കാൻ ഈ രാത്രിയിൽ ഇവർ ഉറങ്ങുന്ന റൂമിലേക്ക് ഇവന്റെ ചങ്ങാതിമാർ തോട്ടം നനക്കുന്ന വലിയ പൈപ്പ് എടുത്തിട്ട് ഇവരുടെ റൂമിലേക്ക് ആ പൈപ്പ് അങ്ങ് കൊണ്ടുവന്നു. രാത്രിയിൽ 12:30 മണി കഴിഞ്ഞപ്പോ ഇവർ ആ മോട്ടർ ഓണാക്കി. ഈ വെള്ളം അങ്ങ് റൂമിലേക്ക് അടിച്ചു കയറിയിട്ട് കറന്റ് വരെ പ്രയാസമായി ഷോക്ക് അടിച്ചിട്ട് 2 പേരും ബോധമറ്റു പോയി. അപ്പോഴും വിളിച്ചിരിക്കുകയാണ്. അവിടെ വെള്ളം അവർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ നിന്ന് വാതിൽ തുറക്കാനും എഴുന്നേൽക്കാനും കഴിയാതെ ഇവർ കഷ്ടപ്പെട്ട് അവസാനം തുറന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തുകൊടുത്തി 2 പേരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 2 പേരും മരിച്ചു. ഒരു 24 മണിക്കൂർ ഒരുമിച്ച് ജീവിക്കാൻ പോലും അവസരം കൊടുക്കാത്ത ഈ നിലക്കുള്ള തോന്നിവാസങ്ങൾ അരങ്ങ് തകർക്കുമ്പോഴാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്നും ഹയാത്തോടെ ജീവിക്കുന്നത്. നാം എന്ത് ചെയ്തു? നമ്മൾ എന്ത് സംസാരിച്ചു? ഒന്നും നിസ്സാരമല്ല, ഒന്നും ചെറുതല്ല. വലിയ വലിയ അപകടങ്ങളായിരിക്കും. നമ്മൾ കൃത്യമായ ഒരു തസവ്വുദ് ഉണ്ടായില്ല എങ്കിൽ, ശരിയായ രൂപത്തിൽ ഒരു ഒരുക്കമുണ്ടായില്ലെങ്കിൽ, ഒരു ബുദ്ധിമാന്റെ അടയാളം ആ ബുദ്ധിമാൻ അവൻ അമല് കൊണ്ട് മരണത്തിന് ഒരുങ്ങുന്നവനാണ്. മരണമുണ്ട് എന്ന് പറഞ്ഞോ മാത്രല്ല, മരിക്കുന്നതിന്റെ മുമ്പ് മരണത്തിന് വേണ്ടി ഇസ്തിഅദാദ് നടത്തുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക. എവിടെയാണ് ഞാൻ തിരുത്താനുള്ളതെങ്കിൽ അവിടെ തിരുത്തുക. ഇന്ന് തിരുത്തുക. നാളെ എന്ന് പറയാൻ നമുക്കതുണ്ടാകുമോ എന്നറിയില്ല. അള്ളാഹുവിന്റെ ഖുർആനിൽ എത്രയെത്ര സന്ദർഭങ്ങളിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ധാരാളമായി സ്മരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചോ. ഫദ്കുറുല്ലാഹ് ദിക്റൻ കസീറാ. അല്ലാഹുവിനെ സ്മരിക്കുന്നവരായി മാറുക. ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാ. നബിതങ്ങളും പറയുന്നുണ്ട്, അല്ലാഹുവിനെ സ്മരിക്കുന്ന മാറുക. എല്ലാവിധ ദുഷിച്ച മരണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക. തിന്മ ചെയ്യുമ്പോഴാണോ മരിക്കുന്നത്, മോശപ്പെട്ട മരണമായി മാറും. ഏത് സമയത്തും അവൻ ഒരുങ്ങേണ്ടത് ഈ ജീവിതത്തിന്റെ അവസാനത്തെ യാത്രയെ കുറിച്ച് അവന്റെ മനസ്സിലുണ്ടാവണം. യഖൂലു യാ ലൈതനീ ഖദ്ദംതു ഹയാതി. അവസാനം പരലോകത്ത് ചെന്നിട്ട് അമലില്ലാതെ നരകം ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുമ്പോ അവൻ പറയുന്നുണ്ട്, യാ ലൈതനീ ഖദ്ദംതു ലി ഹയാതി. ജീവിതകാലത്ത് നന്നായി ചെയ്താൽ മതിയായിരുന്നു. അവരെ ബഹുമാനിക്കാൻ മടി കാണിക്കുന്നവർ, ചെറിയവരോട് കരുണ കാണിക്കാൻ മടി കാണിക്കുന്നവർ, ഭാര്യ ഭർത്താവ് എന്നതിന്റെ പവിത്രത മാനിക്കാതെ പോകുന്നവർ, വാപ്പയാണ് ഉമ്മയാണെന്ന് പോകുന്നവർ, മക്കളോടുള്ള ആദവുകൾ പാലിക്കാതെ പോകുന്നവർ, പള്ളിയോടുള്ള ബഹുമാന ആദരവുകൾ സൂക്ഷിക്കാത്തവർ, പാവപ്പെട്ടവരോടുള്ള കടമകൾ പാലിക്കാത്തവർ, അയൽവാസിനെ പരിഗണിക്കാത്തവർ, കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിച്ചവർ, കച്ചവടത്തിൽ ഹറാമ് ചെയ്തവർ, ലഹരിയും അടക്കമുള്ള സാധനങ്ങൾ ദൈനംദിനമായി ഉപയോഗിക്കുന്നവർ. കുല്ലു മുസ്കിരിൻ ഹറാം. എല്ലാ ലഹരിയും ഹറാമാണ്. സിഗരറ്റ് വലിക്കാൻ പറ്റൂല, വെക്കാൻ പറ്റൂല. ഹാൻഡ്സ് വെക്കാൻ പറ്റൂല, വെക്കാൻ പറ്റൂല. MDMA എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പോലീസ് പിടിച്ചാലും ഇല്ലെങ്കിലും നമ്മക്കത് പറ്റൂല. ലഹരിയുണ്ടോ? ഒരു മുസ്ലിമിന് അത് തൊടാൻ പറ്റൂല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഏതേത് കാര്യത്തിലും ഒന്നാലോചിച്ച് നോക്ക്. നമ്മുടെ നാട് ആത്മഹത്യകളുടെ പുരപ്പറമ്പായി മാറുകയാണ്. 2024 10,779 ആത്മഹത്യകളാണ് കേരളത്തിൽ ഒരു കൊല്ലം നടന്നത്. അതിൽ മിക്കതിന്റെയും ഒന്നാമത്തെ കാരണം കുടുംബ പ്രശ്നങ്ങളായിരുന്നു. രണ്ടാമത്തെ പ്രശ്നം തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നു. മൂന്നാമത്തെ പ്രശ്നം ലഹരിയും അനുബന്ധമായ ടെൻഷനുകളും പിരിമുറുക്കം കാരണമായിരുന്നു. എത്ര സംഭവം ഉണ്ടായി, എത്ര കേസുകൾ കൂടി. 2025 കണക്ക് വന്നിട്ടില്ല.
ആത്മഹത്യ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. സമ്പന്നന്മാർ വരെ, ആ കോടീശ്വര ജീവിതം നയിക്കുന്നവർ വരെ തന്റെ ജീവിതത്തെ പിടിച്ചുകെട്ടാൻ പറ്റാതെ, മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ പ്രായത്തിലുള്ള മക്കൾ വരെ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴത്തേക്ക് അങ്ങ് തളരുകയാണ്. മനസ്സിന് സ്ഥൈര്യം ലഭിക്കാൻ, ഒരു ഖൽബിന് ഈമാൻ ലഭിക്കാൻ, യഥാർത്ഥ ദിശാബോധം ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹു നൽകിയ ജീവിതമാണ്. ഇവിടെ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ കഴിയേണ്ടതുണ്ട്. സുഖങ്ങളിൽ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാൻ കഴിയണം. വിഷമങ്ങളിൽ നന്നായി ക്ഷമിക്കാൻ കഴിയണം. ഈ ലോകമല്ല പരിഹാരമെന്നും, വലിയ ഒരു വിശാലമായ ലോകം നമ്മളെ കാത്തിരിക്കുന്നുവെന്നും, നമ്മെ സദാ നിരീക്ഷിക്കുന്ന ഒരു റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ ജീവിക്കുന്നതെന്നും, എല്ലാ അനുഗ്രഹങ്ങളും ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധ്യത്തോടെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മാന്യമായി കടന്നു പോകാൻ നല്ല ഒരുക്കം ഓരോരുത്തരും ചെയ്യുക. വീട്ടിൽ വേണ്ടുന്ന പരിഷ്കാരങ്ങൾ മാറ്റം വരുത്തുക. ദാമ്പത്യത്തിൽ വേണ്ടുന്ന മാറ്റങ്ങൾ വേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്തുക. ജീവിതമാകട്ടെ, സമ്പത്ത് ഹലാലായി മാറട്ടെ, സ്വഭാവം വിശുദ്ധകരമാകട്ടെ, തഖ്വ വർദ്ധിക്കുന്ന കാര്യങ്ങളാവട്ടെ. റമദാൻ വരുമ്പോഴുള്ള മുന്നൊരുക്കങ്ങളെല്ലാം നടക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിലേക്ക് എത്തിപ്പെടാനും ബറക്കത്തുള്ള ജീവിതം നൽകാനും ഖൈറായ നന്മകളിലേക്ക് മുന്നിടാനും ഒക്കെ നമുക്കെല്ലാ പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് പടച്ച റബ്ബ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവിച്ച തെറ്റുകുറ്റങ്ങളും പടച്ച റബ്ബ് നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. രോഗികളായ സഹോദരങ്ങളുണ്ട്, എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ജീവിച്ച ഒരു നാടാണ്. പ്രിയപ്പെട്ട പലരും നിന്നാരടി മണ്ണിലാണ്. ഞങ്ങളുടെ ഗുരുനാഥന്മാർ, പണ്ഡിതന്മാർ, പ്രാസ്ഥാനിക നേതാക്കന്മാർ, അല്ലാഹുവേ അവർക്കെല്ലാം നീ വിശാലമായ നിന്റെ മഗ്ഫിറത്തും സ്വർഗ്ഗത്തിന്റെ കാഴ്ചകളും നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാവിധ അപകട മരണങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, ആത്മഹത്യകളിൽ നിന്ന്, സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കി തരണമേ. ഞങ്ങളുടെ മക്കളിലൂടെ, ഇണകളിലൂടെ കൺകുളിർമ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സാമ്പത്തിക മേഖലയിലും ബറക്കത്ത് നൽകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ربنا توفنا مع الأبرار. ربنا آمنا فاكتبنا مع الشاهدين. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله.